Good morning, everyone. Welcome to our 24/7 Malayalam channel. This is Hindu Sebastian. Welcome to the Hindu Editorial Analysis of 4th February 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് 2 ആർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആദ്യമേ തന്നെ നമ്മൾ ആർട്ടിക്കിൾ ഏതാണെന്ന് പറഞ്ഞുവിടും. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന പോലെ. എന്നിട്ട് നമ്മൾ നമ്മുടെ വൊക്കാബ്സിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആർട്ടിക്കിൾസിലെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് വൊക്കാബ് എല്ലാം നമുക്ക് നോക്കിപ്പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്രൈസൽ വേർബ്സ് ഇഡിയംസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സിനണിംസ് ആൻറ്റണിംസ് റിലേറ്റഡ് വേർഡ്സ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നു നോക്കുന്നു. ആൻഡ് ആർട്ടിക്കിൾ ഓഫ് ദി ഡേ ഡിസ്കസ് ചെയ്യുന്നു ഡീറ്റെയിൽ ആയിട്ട്. ടോൺ ഓഫ് ദ ആർട്ടിക്കിൾ ഒക്കെ നോക്കുന്നു. ദെൻ മൂവിങ് ടു അവർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ സ്പോട്ട് ദർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. ഈ സെഷൻ്റെ പ്രത്യേകത എല്ലാ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് യൂസ്ഫുൾ ആണ്. UPSC എക്സാംസ് ആയിക്കോട്ടെ, ബാങ്കിങ് എക്സാംസ്, KAS എക്സാം ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ എക്സാംസ്, PSC എക്സാംസ്, HCA എക്സാം, ESIC ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ വൊക്കാബ് സ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റീഡിംഗ് സ്കിൽസ്, കോംപ്രിഹെൻഷൻ സ്കിൽസ് ആൻഡ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ആൻഡ് റൈറ്റിംഗ് ഓഫ് കോഴ്സ് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ വെൽക്കം ടു യുവർ സെഷൻ വൺസ് അഗൈൻ. അപ്പോൾ നമുക്ക് താമസിപ്പിക്കുന്നില്ല. ഗുഡ് മോർണിംഗ്. ഹോപ്പ് യു ആർ ഗുഡ്. എല്ലാവരും നന്നായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ എപ്പോഴും നമുക്ക് 17% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും, ടെസ്റ്റ് സീരീസിനും, ബുക്കിനും, ബുക്സിനുമൊക്കെ. അപ്പോൾ ഇനിയും നമ്മുടെ കോഴ്സ് എന്തെങ്കിലും എടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എടുക്കുക. വളരെ ചീപ്പസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ക്വാളിറ്റി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പോൾ കോഡ് മറക്കണ്ട, Y314 Y314 എന്നാണ് എൻ്റെ കോഡ്. അപ്പോൾ കോഡിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അഡ 24/7 ആപ്പിലൂടെയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓർക്കണം സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കേരള എക്സാംസിൽ വരിക. അവിടെയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഹിന്ദി പാക്കേജ് എടുക്കേണ്ടി വരും. അപ്പോൾ അത് എടുക്കരുത്. നിങ്ങൾ നേരെ കേരള എക്സാംസിലോട്ട് വരണം. എന്നിട്ട് സ്റ്റേറ്റ് എക്സാംസ് വന്ന് കേരള എക്സാംസിൽ നിന്ന് വന്ന് എടുക്കുക കോഴ്സുകൾ കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴ്സുകൾ പറ്റി ഒന്ന് പറഞ്ഞേക്കാം. നമ്മുടെ സെലക്ഷൻ ബാച്ച് കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻ്റെ സെലക്ഷൻ ബാച്ച് ആരംഭിച്ചു 31-ാം തീയതി. 3 ക്ലാസ്സുകളാണ് ഡെയിലി പോകുന്നത്. 2 മണിക്ക്, പിന്നെ 6:30-ക്ക്, പിന്നെ 8:30-ക്ക്. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. ഒരു ഏകദേശം ഒരു 5 മണിക്കൂറോളം നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുകൂടാതെ നമ്മുടെ SSCയുടെ CGL CHSL ടോപ്പേഴ്സ് ബാച്ച്, കംപ്ലീറ്റ് ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ വന്നു, നിങ്ങൾ അറിഞ്ഞു. അപ്പോൾ 23-ാം തീയതി നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഉഷാറായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. SSC ഇത്തവണ നമ്മൾ അടിച്ചെടുത്തിരിക്കണം. ഓക്കെ, നല്ലൊരു ജോബാണ്, അറിയാലോ. അപ്പോൾ ഇനി നമുക്ക് PSC എന്നൊക്കെ പറഞ്ഞങ്ങ് ഒതുങ്ങിപ്പോകരുത്. നല്ല ജോബുണ്ട്, നല്ല പ്രൊവിഷൻസ് ഉണ്ട്, നല്ല ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. ഇവിടെ 3 ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 11 to 12:30, 3 to 4:30, 9 to 10:30. നമ്മൾ ഏപ്രിൽ 16-ാം തീയതി വരെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോവുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അതുകൂടാതെ നമ്മുടെ ESICയുടെ ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. UDC MTSന് വേണ്ടിയിട്ടാണ്. സ്റ്റെനോം വിളിച്ചിട്ടുണ്ട്. നമ്മൾ UDC MTSനാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പ്രിലിംസിൻ്റെ ക്രാഷ് കോഴ്സാണിത്. ഫെബ്രുവരി 5-ാം തീയതി ആരംഭിക്കുകയാണ്. നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ മാർച്ച് 17-നുള്ളിൽ 16-ാം തീയതി നമ്മൾ അവസാനിപ്പിക്കുകയാണ് ക്ലാസ്. ഒരു മാസത്തെ ക്ലാസ്സാണ് ക്രാഷ് കോഴ്സ്. അപ്പോൾ അത് 4 അവേഴ്സാണ് ഡെയിലി പോകുന്നത്. 1 hour ക്ലാസ്സുകൾ, 4 1 hour ക്ലാസ്സുകളാണ് പോകുന്നത്. അതുകൂടാതെ നമ്മുടെ ലോങ് ബാച്ച് നമ്മൾക്ക് ഒരുപാട് നാൾ കാത്തിരുന്ന ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 16-ാം തീയതി, ഈ ഫെബ്രുവരി 16-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിക്കും. ലോങ് ബാച്ചാണ്. ആഴ്ചയിൽ 4 ക്ലാസ്സുകളേ ഉള്ളൂ. 6 മണി മുതൽ 7:30 വരെ ഒരു ക്ലാസ്, 8:30 മുതൽ 10 മണി വരെ ഒരു ക്ലാസ്. അങ്ങനെ ആഴ്ച 4 ക്ലാസ്സുകൾ നമ്മൾ ജൂലൈ 10-നുള്ളിൽ അവസാനിപ്പിക്കും ക്ലാസ്സുകൾ. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു പോകാം. ഇനിയും ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യാം കേട്ടോ, മറക്കണ്ട. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. താമസിപ്പിക്കേണ്ട, നമുക്ക് നമ്മുടെ കോട്ട് നോക്കാം. ഇന്നത്തെ കോട്ട് ഇതാണ്: സെറ്റ് ഗോൾസ് ദാറ്റ് സ്കെയർ യു ആൻഡ് എക്സൈറ്റ് യു അറ്റ് ദ സെയിം ടൈം. പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഗോൾസ് മാത്രമാവരുത് എപ്പോഴും. നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുമ്പം എങ്ങനെ സെറ്റ് ചെയ്യണ്ടേ? ആ ഗോൾ നമ്മൾ പേടിയാണ്, നമുക്ക് അവിടെ കയ്യെത്തി പിടിക്കാൻ ഒരു പേടി തോന്നുന്നുണ്ടോ എങ്കിൽ നീ അത് ട്രൈ ചെയ്യണം. ആൻഡ് ദാറ്റ് എക്സൈറ്റ്സ് യു, ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിനക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോ എങ്കിൽ ആ പേടിയും എന്നാൽ എക്സൈറ്റ്മെൻറ്റും അറ്റ് സെയിം ടൈം ഉണ്ടെങ്കിൽ, സൈമിൾട്ടേനിയസ് ആയിട്ട് പേടിയും എക്സൈറ്റ്മെൻറ്റും ഉള്ള എന്തെങ്കിലും ഗോൾ നിൻ്റെ മുൻപിലുണ്ടെങ്കിൽ, സെറ്റ് ദാറ്റ് ഗോൾ ആൻഡ് അച്ചീവ് ഇറ്റ് ആൻഡ് വർക്ക് ഫോർ ഇറ്റ്. അങ്ങനെ ഒരു ഗോൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക ലൈഫിൽ. എന്നിട്ട് ആ ഗോളിന് വേണ്ടിയിട്ട് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുക. പ്രാക്ടീസ് ആൻഡ് ട്രൈ ഹാർഡ് ഫോർ ദാറ്റ്. അപ്പോൾ അതായിരിക്കണം ഇന്നത്തെ കോട്ട്. ആൻഡ് ദാറ്റ് ഈസ് മൈ മെസ്സേജ് ഫോർ യു ടുഡേ. നമുക്ക് ആ ഒരു തോട്ടിൽ നമുക്കിന്ന് ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ നമുക്ക് 2 ആർട്ടിക്കിൾസ് ഉണ്ട്. ഒന്ന് നമ്മുടെ വിൻ്റർ ഒളിമ്പിക്സ്, ബീജിംഗ് ഒളിമ്പിക്സ് ആരംഭിക്കുകയാണല്ലോ ഇന്നലെ.
ദീപശിഖ കൊളുത്തി തുടങ്ങിയ ചൈനയിലെ ബീജിംഗ് ഒളിമ്പിക്സിനെ പറ്റി. അത് ഇന്ത്യ ബോയ്ക്കോട്ട് ചെയ്തു, ഡിപ്ലോമാറ്റിക്കായിട്ട് ബോയ്ക്കോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അതിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ, യു നോ ദാറ്റ്, ആ കാര്യത്തെപ്പറ്റി അറിയായിരിക്കും. ആ ഒരു ആർട്ടിക്കിൾ ഇന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ വലിയ കാര്യമായിട്ട് ഇന്ന് സിനിംസ്, ആൻറ്റണിംസ് അതുപോലെ വൊക്കാബ് അധികം ഇല്ല. സിമ്പിൾ റീഡാണ് രണ്ടും. ഇന്നത്തെ 2 ആർട്ടിക്കിളും സിമ്പിൾ റീഡാണ്. നിങ്ങൾ ശ്രദ്ധിച്ചറിയും. അല്ലാതെ നമ്മൾ വായിക്കുന്നതിന് വെച്ച് നോക്കുമ്പോൾ അത്ര ടഫ് റീഡല്ല ഇന്ന്, വളരെ സിമ്പിളായ റീഡാണ്. മാത്രമല്ല വേർഡ്സും അത്ര ടഫായ വേർഡ്സ് അല്ല, വളരെ സിമ്പിൾ, അധികം വൊക്കാബ് അധികമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഒരെണ്ണമുള്ളത് ഇന്ന് നമ്മുടെ ബഡ്ജറ്റിൽ കഴിഞ്ഞ തവണ ഇതിനെ പറ്റി പറഞ്ഞതിനെ ക്രിപ്റ്റോ അസറ്റ്സിനെ പറ്റി, ക്രിപ്റ്റോ കറൻസിയെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ്. സോ അത് ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്, നമ്മൾ അതിന്ന് വായിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് റിലേറ്റഡ് ആയ ആർട്ടിക്കിൾ വായിക്കാം. മറ്റേ ആർട്ടിക്കിൾ ബീജിംഗ് ഒളിമ്പിക്സിനെ പറ്റിയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. റിലേഷൻസ്, ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ കീഴിൽപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് അത്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ഫസ്റ്റ് ഓഫ് ഓൾ, അല്ലേ? നമ്മുടെ ആദ്യത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസിലോട്ട് തുടങ്ങാം. റെജിന ടെലിഗ്രാമിൽ ഞാൻ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുക. എനിക്ക് ആദ്യം റിപ്ലൈ ചോദിച്ചവർക്കൊക്കെ ഞാൻ റിപ്ലൈ തന്നുകൊണ്ട് ഇന്നലെ തുടങ്ങിയുള്ളൂ. ഞാൻ ടെലിഗ്രാമിൽ എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് പയ്യെ മെസ്സേജ് വായിച്ച് നോക്കുവാണ്. ഞാൻ പറഞ്ഞല്ലോ പനി കഴിഞ്ഞിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഐ എം ടേക്കിംഗ് ഇറ്റ് വെരി സ്ലോ. സ്പീഡിൽ പോകുന്നില്ല, പയ്യപ്പയ്യാണ്. ക്ലാസ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇതുകൊണ്ട് നോക്കണ്ടേ. അപ്പോൾ പയ്യപ്പയ്യെ നോക്കുകയാണ്, ഞാൻ തരാം. ഓക്കെ, ഇന്നും നാളെയൊക്കെ ആയിട്ട് എല്ലാം തന്നെ കംപ്ലീറ്റ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ എനിക്കൊന്ന് പകുതിയോളം ആൾക്കാർക്ക് ഞാൻ കൊടുത്തു, ബാക്കിയുള്ള സെറ്റ് ആൾക്കാർക്ക് ഇന്നും നാളെ ആയിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ഓർക്കണം, അത്യാവശ്യം ഒരു പനിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓൾ റൈറ്റ്, യെസ്, ഐ എം ഗുഡ് അനി, ഐ എം ഡൂയിങ് ഗ്രേറ്റ്, ഐ എം ബെറ്റർ നൗ, താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് സെറ്റ് ഓഫ്. സെറ്റ് ഓഫ് എന്ന വാക്കിന് നമുക്കറിയാം ബിഗിനർ ജേർണി എന്നൊരു അർത്ഥമുണ്ട്, ബട്ട് ലീഗൽ ടേമിൽ വേറൊരു അർത്ഥമാണ് കേട്ടോ. ലീഗലി ഇതിന് വേറെ അർത്ഥമാണ്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ബിക്കോസ് ഇന്ന് അതാണ് കോണ്ടെക്സ്ച്വലി വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ബിഗിൻ എ ജേർണി, സ്റ്റാർട്ട് സംതിങ് ആസ് എ ഹാബിറ്റ് ഓർ ബിഗിൻ എ ജേർണി എന്നൊരു അർത്ഥമാണ് സെറ്റ് ഓഫിനുള്ളത് ഉണ്ട്. അത് അടുത്ത് വെച്ചുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ഫ്രേസ് കറക്റ്റാണ്. ബട്ട് സെറ്റ് ഓഫിന് വേറൊരു മീനിങ് ഉണ്ട് ലീഗലി. അതായത് സെറ്റ് ഓഫ് മീൻസ് ദ റൈറ്റ് ടു പേ എ പേഴ്സൺ മാത്രമാവണമെന്നില്ല, ഓർഗനൈസേഷനും ആകാം. ഒരു വ്യക്തിക്കോ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അങ്ങനെ ഇല്ലേ, ഓർഗനൈസേഷനോ പേഴ്സൺ ഓർ എൻ ഓർഗനൈസേഷൻ ലെസ് മണി ദാൻ യു ഓവ് ദം ആസ് ദേ ഓൾസോ ഓ യു മണി. അവർ നിങ്ങൾക്കും പൈസ തരാനുള്ളത് കൊണ്ട് നിങ്ങൾ അവർക്ക് എത്ര കൊടുക്കുന്നു? കുറച്ച് പൈസ കൊടുക്കുന്നു. അതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ, അത് നമ്മൾ സെറ്റ് ഓഫ് എന്ന് പറയും. ഓർക്കണേ, ലീഗലി സെറ്റ് ഓഫ് എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഫ്രീസിൻ്റെ അർത്ഥം, വാക്കല്ല ഫ്രീസിൻ്റെ അർത്ഥം, ദ റൈറ്റ് ടു പേ എ പേഴ്സൺ ലെസ് മണി. എത്ര പൈസയാണോ നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളത് അതിൽ നിന്ന് കുറച്ച് കൊടുക്കുവാണ്. ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ആൾക്കാർക്കായിക്കോട്ടെ കുറച്ച് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഓൾസോ ഓ യു മണി. അവരും നിങ്ങൾക്ക് പൈസ തരാനുണ്ട്, അതുകൊണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോകുന്നു. ദാറ്റ്സ് എ സെറ്റ് ഓഫ്. ക്ലിയർ ആയെന്ന് വെച്ചിരുന്നു. ലീഗൽ ടേം ആണ്, ലീഗൽ ഫ്രേസ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഇസ് കിക്കിൻ. നമ്മൾ കിക്കിൻ പറഞ്ഞിട്ടുണ്ട്. കിക്കിൻ മീൻസ് കം ഇൻ ടു എഫക്റ്റ് ഓർ ഓപ്പറേഷൻ. The vaccine starts to kick in. The vaccine starts to kick in. Kick in, അതിൻ്റെ ഇഫക്റ്റ് നമ്മളിലോട്ട് എത്തുകയാണ്. കം ഇൻ ടു ഇഫക്റ്റ് ഓർ ഓപ്പറേഷൻ എന്നുള്ള അർത്ഥമാണ് കിക്ക് ഇൻ എന്ന ഫ്രേസൽ വേർബിന്. ഓക്കെ, പിന്നെ നമ്മൾ കേട്ടുള്ളൊരു ഫ്രേസാണ് ഓൺ അക്കൗണ്ട് ഓഫ്. ഓൺ അക്കൗണ്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. സെയിം മീനിങ് വരുന്ന വേറെ പ്രിപ്പോസിഷണൽ ഫ്രേസ് ഉണ്ട്. ഓവിങ് ടു, ബിക്കോസ് ഓഫ്, ഡ്യൂ ടു എന്നൊക്കെ പറയുന്നത്. അപ്പം ബിക്കോസ് ഓഫ്, ഡ്യൂ ടു ഒക്കെ ഈ പറയുന്ന ഓൺ അക്കൗണ്ട് ഓഫ് എന്ന് പറയുന്ന അതേ പ്രപ്പോസൽ ഫ്രേസിൻ്റെ സെയിം മീനിങ് ആണ് കേട്ടോ. ഓർത്ത് വെച്ചോ, ഇതെല്ലാം പ്രപ്പോസൽ ഫ്രേസാണ്. ബിക്കോസ് ഓഫ് പ്രപ്പോസൽ ഫ്രേസ് ആണ്, ഡ്യൂ ടു പ്രപ്പോസൽ ഫ്രേസ് ആണ്, ഓൺ അക്കൗണ്ട് ഓഫ്, ഓവിങ് ടു എല്ലാം പ്രപ്പോസിഷണൽ ഫ്രേസുകളാണ്. ഓക്കെ, അടുത്തത് ഓഫ് ദ ടേബിൾ. ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇനി അത് വി ആർ നോ ലോങ്ങർ കൺസിഡറിങ് ഇറ്റ്, നോ ലോങ്ങർ ഒഫീഷ്യലി അവൈലബിൾ. ഇപ്പം ആ ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇറ്റ്സ് ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഇഡിമാറ്റിക് എക്സ്പ്രഷനാണ്. കാഷ്വലായിട്ട് വളരെ ഇൻഫോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇറ്റ്സ് ഓഫ് ദ ടേബിൾ. ദ ഓഫർ ഇസ് ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓഫർ സ്റ്റിൽ എക്സിസ്റ്റ് ഓർ ദ ഓഫർ ഇസ് ഓഫ് ദ ടേബിൾ. ബൈ ടുമോറോ ദ ഓഫർ ഇസ് ഓഫ് ദ ടേബിൾ. ദ ഓഫർ ഇസ് നോ ലോങ്ങർ അവൈലബിൾ, ഒഫീഷ്യലി അവൈലബിൾ, ഓർ വി ആർ നോട്ട് ഗോയിങ് ടു കൺസിഡർ ഇറ്റ് എന്നാണ് അർത്ഥം. നോട്ട് കൺസിഡറിങ് ഇറ്റ് എന്നൊരർത്ഥമാണ്. കൺസിഡർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് അവൈലബിൾ അല്ല എന്നൊരർത്ഥമാണ് ഓഫ് ദ ടേബിൾ എന്ന ഇഡിയം. ഓക്കെ, ഓർത്ത് വെച്ചോളാം. ആൻഡ് വൺ മോർ തിങ് ഇസ് റെയിൻ ഇൻ. നമ്മൾ റെയിൻ ഇൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. റെയിൻ ഇൻ മീൻസ്
റെയിൻ കടിഞ്ഞാണിടുക അല്ലേ. റെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ നൗണുണ്ട്, വേർബായിട്ട് നമ്മൾ ഉപയോഗിക്കും. കൺട്രോൾ ചെയ്യുക, ലിമിറ്റ് ചെയ്യുക എന്നൊരർത്ഥമാണ് പറയുന്നത്. ലിമിറ്റ് ഓർ കൺട്രോൾ. കടിഞ്ഞാണ്ട് ഞാൻ പറഞ്ഞു റെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കടിഞ്ഞാണ് എന്നൊരർത്ഥമുണ്ട് റെയിനിന്. സോ റെയിൻ ഇൻ മീൻസ് ലിമിറ്റ് ഓർ കൺട്രോൾ എന്നൊരർത്ഥം. ഓക്കെ, പറഞ്ഞാണ് പഠിച്ചതാണ് നമ്മൾ, ഓർത്ത് വെച്ചോളാം. ഇന്നത്തെ വാക്ക് ഫോമൽ അല്ല, എല്ലാം ഇൻഫോമൽ യൂസേജുകളാണ്. ഓഫ് കോഴ്സ് യു നോ ദാറ്റ് അല്ലേ. സെറ്റ് ഓഫ് എന്നുള്ളത് ലീഗൽ യൂസേജ് ആണ്. അതൊഴിച്ച് ബാക്കിയെല്ലാം കിക്ക് ഇൻ, ഓൺ അക്കൗണ്ട് ഓഫ് ദി ടേബിൾ, റെയിൻ ഇൻ എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഇൻഫോമൽ യൂസേജുകൾ, ഇൻഫോമൽ ഫ്രേസസ് ആൻഡ് ഇഡിയം. ക്ലിയർ? ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഗുഡ് മോർണിംഗ് സൂര്യ, ഗുഡ് മോർണിംഗ്. ഉണ്ട് ആജ്ഞ, അതിപ്പോൾ പറഞ്ഞ ഞാൻ. സെറ്റ് ഓഫിന് വേറെ മീനിങ് ഉണ്ട്, ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഇരിക്കുന്ന. സ്റ്റാർട്ട് എ ജേർണി അല്ലെങ്കിൽ ടു സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ആസ് എ ഹാബിറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട് സെറ്റ് ഓഫിന്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഫ്രേസൽ വെർബിന് മിനിമം 4 മീനിങ്സ് എങ്കിലും ഉണ്ടാവും. ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരീഡ് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ടാവും. ഇത് ലീഗൽ ആയിട്ടുള്ളൊരു മീനിങ് ആണ് കേട്ടോ, ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ, യെസ്. ആഗ്നയ്ക്ക് ഞാൻ റിപ്ലൈ തന്നു, അതാ ഞാൻ പറഞ്ഞത്. ഹായ് സച്ചിൻ, ഐ എം ഡൂയിങ് ഗുഡ്, താങ്ക് യു ഫോർ ആസ്കിങ് ആൻഡ് ഹൗ ആർ യു? ഓക്കെ, ഓരോരുത്തർക്കായിട്ട് അതാ ഞാൻ പറഞ്ഞു, ഓരോരുത്തർക്കായി ഞാൻ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെ കൊണ്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാം കേട്ടോ. റൈറ്റ്, അപ്പോൾ റിപ്ലൈ കിട്ടിയില്ല എന്നുള്ളൊരു പരാതി വേണ്ട, നമുക്ക് നാളെ കൊണ്ട് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മൂവിങ് ടു ആർ സിനോണിംസ്. ലെറ്റ്സ് മൂവ്. അപ്പോൾ നമുക്ക് നോക്കാം. To set off some money in the next month rent. As an advance, I paid an extra money to... അനി, അവിടെ ഒരു വലിയൊരു തെറ്റുണ്ടെന്ന് അറിയോ? ആൻ എക്സ്ട്രാ മണി എന്ന് പറയില്ല കേട്ടോ. മണി ഈസ് അൺകൗണ്ടബിൾ നൗൺ. പണം, ക്യാഷ്, മണി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. റുപ്പീസ് ആണ്, അല്ലെങ്കിൽ ഡോളേഴ്സ് ആണ്, അല്ലെങ്കിൽ യൂറോസ് ആണ്, പൗണ്ട്സ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ദാറ്റ്സ് കൗണ്ടബിൾ. ബട്ട് ഈ മണി ഈസ് അൺകൗണ്ടബിൾ. അപ്പോൾ എങ്ങനെ പറയണം? ആസ് എൻ അഡ്വാൻസ് ഐ പെയ്ഡ് എക്സ്ട്രാ മണി, നോട്ട് ആൻ എക്സ്ട്രാ മണി, അല്ലെങ്കിൽ സം എക്സ്ട്രാ മണി എന്ന് കൊടുത്തോട്ടോ അനി. ടു മൈ ഹൗസ് ഓണർ ഇൻ വിച്ച് പെർമിറ്റ്സ് മീ ടു സെറ്റ് ഓഫ് സം മണി ഇൻ ദ നെക്സ്റ്റ് മന്ത് റെൻറ്റ്. അങ്ങനെ പറയണം. ഓക്കെ, വാക്സിൻ ഈസ് ഓഫ് ദ ടേബിൾ. ഇങ്ങനെ പറയുമ്പോൾ വാക്സിൻ ഈസ് ഓഫ് ദ ടേബിൾ എന്ന് പറയാം. ഇറ്റ്സ് ഓക്കെ, യൂസേജ് കറക്റ്റാണ്. അവൈലബിൾ അല്ലെങ്കിൽ യു ക്യാൻ സേ ഒഫീഷ്യലി അവൈലബിൾ അല്ല എന്നുള്ള രീതിയിൽ. ചുമ മാറി. ഇപ്പോൾ കുറവുണ്ട്, കുറവല്ല, നല്ല മാറ്റമുണ്ട്. ഇപ്പം എല്ലപ്പോഴും ചിലപ്പോൾ ഒരുപാട് സ്ട്രെയിൻ എടുത്ത് കഴിയുമ്പോൾ മാത്രം ചുമ വരുന്നതല്ലാതെ ഇല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു ഹരി, താങ്ക് യു ഫോർ ആസ്കിങ്. ഓ ഹരിക്ക് പനിയാണോ? ഓ ശരി. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ ചൂടുവെള്ളം നന്നായിട്ട് കുടിച്ചു, ദാറ്റ്സ് ഇറ്റ്. പിന്നെ മരുന്ന്, ഡോക്ടറുടെ അടുത്ത് പോയി മരുന്ന് കഴിച്ചിരുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തൊന്നുമില്ല. സ്ട്രെയിൻ ചെയ്യാതിരിക്കുക, ദാറ്റ്സ് വാട്ട് യു ക്യാൻ ഡു. തണുപ്പടിക്കാതിരിക്കുക, സ്ട്രെയിൻ ചെയ്യാതിരിക്കുക. ഓ ശ്രീരാഗ്, താങ്ക് യു സോ മച്ച്, ഗ്ലാഡ് ദാറ്റ് ഐ ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തെ സിനോണിം പിടിച്ചോളൂ, ത്രഷ് ഹോൾഡ്. ത്രഷ് ഹോൾഡ് നമ്മൾ എന്നും പറയുന്ന, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡെയിലി നമ്മൾ എല്ലാ ആഴ്ചയും പറയുന്ന ഒരു വാക്കാണ് ത്രഷ് ഹോൾഡ്. യു നോ വാട്ട് ത്രഷ് ഹോൾഡ് ഇസ്. ലിമിറ്റ് അല്ലെങ്കിൽ ലെവൽ, പോയിന്റ്, എഡ്ജ്, ബേസ് ലൈൻ, ആംബിറ്റ്, സ്കോപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ത്രഷ് ഹോൾഡ് എന്ന വാക്ക്. നമുക്കറിയാം, നമ്മൾ എന്നും പറയുന്ന വാക്കാണിപ്പം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് നോൺ ഫഞ്ചിബിൾ. നോൺ ഫഞ്ചിബിൾ ഈസ് എൻ അഡ്ജക്റ്റീവ്. നോൺ ഫഞ്ചിബിൾ മീൻസ് നോൺ എക്സ്ചേഞ്ചിബിൾ. നിങ്ങൾക്ക് അറിയായിരിക്കും, നോൺ ഫഞ്ചിബിൾ കോയിൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, നോൺ ഫഞ്ചിബിൾ കാർഡ്സ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, NFT എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നോൺ ഫഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നോൺ എക്സ്ചേഞ്ചിബിൾ, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നോൺ കമ്മ്യൂട്ടബിൾ. കമ്മ്യൂട്ട് ചെയ്യുക മീൻസ് മൂവ്മെൻറ്റ്, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക. യു കെ നോട്ട് ട്രാൻസ്പോർട്ട് ഇറ്റ് ഓർ യു കെ നോട്ട് മൂവ് ഇറ്റ് എന്ന രീതിയിലാണ് നോൺ ഫഞ്ചിബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം. നോൺ എക്സ്ചേഞ്ചിബിൾ, നോൺ കമ്മ്യൂട്ടബിൾ എന്നുള്ള വാക്ക്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് നോമൻക്ലേച്ചർ. യു നോ വാട്ട് നോമൻക്ലേച്ചർ ഇസ് അല്ലേ? എനിക്ക് തോന്നുന്നു ബയോളജിയിലൊക്കെ നോമൻക്ലേച്ചർ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ ഈ പേര് കൊടുക്കുന്നത്, നാമം കൊടുക്കില്ലേ, നെയിമിങ് ഓർ ക്ലാസിഫിക്കേഷൻ ഓർ ടെർമിനോളജി, അതിനാണ് നോമൻക്ലേച്ചർ എന്ന് പറയാം. നോമൻക്ലേച്ചർ അറിയാമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് പ്രക്ലൂഡ്. പ്രക്ലൂഡ് ഇസ് പ്രിവെൻറ്റ്, സ്റ്റോപ്പ്, റൂൾ ഔട്ട്, പ്രൊഹിബിറ്റ്. പ്രിവെൻറ്റ് ചെയ്യാണ് നമ്മളൊരു കാര്യത്തിനെ, നമ്മളെ തടയുകയാണ്, അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു, റൂൾ ഔട്ട് ചെയ്യുന്നു, പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അത് തന്നെയാണ് പ്രക്ലൂഡ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, ആൻഡ് അടുത്തത് ഇൻക്ലൂഡിൻ്റെ ഓപ്പോസിറ്റ്. ഇൻക്ലൂഡ് ചെയ്യാൻ നമ്മൾ ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇൻക്ലൂഡ് ചെയ്യാൻ ഒരു കാര്യത്തിന് ഉൾക്കൊള്ളിക്കുന്നു. പ്രക്ലൂഡ് നമ്മൾ തടയുന്നു, ദാറ്റ്സ് ഇറ്റ്. പ്രക്ലൂഡ് ആൻഡ് ഇൻക്ലൂഡ് ഓർത്ത് വെച്ചോളൂ. ഇൻക്ലൂഡ് ആൻഡ് പ്രക്ലൂഡ്. ഓക്കെ, അടുത്ത വാക്ക് ഫ്ലോക്ക്. ഫ്ലോക്ക് ഈസ് ഓൾസോ ഒരു, നമ്മൾ ഫ്ലോക്ക് എന്ന വാക്ക് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ്, ഇൻസെക്ട്സ് അങ്ങനെ പറക്കുന്നതിന് നമ്മൾ ഫ്ലോക്ക് എന്ന് പറയും ഇല്ലേ, ഫ്ലോക്ക് എന്ന്. സോ ഫ്ലോക്ക് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആണ്. ഗ്രൂപ്പ്, ഫ്ലൈറ്റ്, കോൺഗ്രിഗേഷൻ, അസംബ്ലി എന്നൊക്കെ നമ്മൾ പറയും ഫ്ലോക്ക്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് അധികം കാര്യമായിട്ട് നമുക്ക് ഇല്ല, നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കുകൾ തന്നെയാണ് ഇന്നുള്ളത് എല്ലാവരും. ഓക്കെ,
Pillaging set of his loan with his deposited രണ്ട് വിത്ത് വന്ന അഭിഷേക് അവിടെ തെറ്റി. Pillaging set of his loan which he deposited with പുരുഷു. അത് കൊടുത്തു, അത് കറക്റ്റാ. which he deposited പറയണം കേട്ടോ. The effective action kicks in 2 or 3 days. Okay, all right, correct. When we convert direct to indirect speech, what we use for the noun child? മനസ്സിലായില്ല, എന്താ ഉദ്ദേശിക്കുന്നത്? the child said അങ്ങനെ വല്ലതും ആണോ? ആ നൗൺ നമ്മൾ മാറ്റുമ്പോൾ നോർമലി ചൈൽഡ് എന്ന ഒരു കുട്ടിക്ക് നമ്മൾ ഇറ്റ് എന്നാണ് പറയുക. ഷീം ഹീം പറയില്ല. ഇറ്റ്സ് എന്താ പറയുക, നമ്മൾ ന്യൂട്രൽ ആണ്. അതിൻ്റെ ജെൻഡർ ന്യൂട്രലാണ്. ജെൻഡർ എപ്പോഴും ന്യൂട്രൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ന്യൂട്രൽ ജെൻഡറാണ്. അപ്പോൾ ഇറ്റ് എന്നാണ് പറയേണ്ടത്. പ്രൊനൗൺ ഉപയോഗിക്കേണ്ടത് ഇറ്റാണ്. പ്രൊനൗൺ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റാണ് വേണ്ടത്. ഹായ് ഷീന, ഗുഡ് മോർണിംഗ്. അഫ്ന, പനിയാണോ? പനിയുള്ളവരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചോണേ. പനിയുള്ള എല്ലാവരും ശ്രദ്ധിക്കുക. ടേക്ക് കെയർ. നന്നായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ. ഗുഡ് മോർണിംഗ് ഐഷ, ഗുഡ് മോർണിംഗ്. റൈസ് ആൻഡ് ഷൈൻ. Okay, binomial nomenclature, yes. ATM passwords, OTPs, etc. is non-fungible. Yes, it is. Yes, Abhinay, yeah. Deepa, നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. വിൽ ട്രൈ ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഓക്കെ, ആൻഡ് ലെറ്റ് യു നോ. ഓക്കെ, എച്ച് അഡ്മിറ്റ് കാർഡ് എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? തീർത്ത നമുക്ക് അപ്ഡേറ്റ് ഈ ആഴ്ച വെയിറ്റ് ചെയ്തോളൂ. 6th or 7th വരെ വെയിറ്റ് ചെയ്യൂ. നോർമലി 27th ആകുമ്പോൾ എന്തായാലും ഒരു 15 ഡേയ്സിനുള്ളിൽ എന്നാണ് നമ്മളൊരു, അതാണ് 3 വീക്സിനുള്ളിൽ, അതാണ് 15 ഡേയ്സ് അല്ല 21 ഡേയ്സിനുള്ളിൽ, 3 വീക്സ് ആണ് നമ്മുടെ ടൈം. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ. Government of India give green signal for the use of non-fungible digital currency, as a legal tender in the coming fiscal. Yes, RAM has non-fungible bonds with him. Okay. A flock of sheep were grazing when I slept in the ground. ശരത്തെ, എ ഫ്ലോക്കാ. ഒരു ഫ്ലോക്കിനെ പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് നീ അത് വേറാക്കുന്നത് കേട്ടോ? A flock of sheep was grazing. A flock, ഒരു ഗ്രൂപ്പ്, അതിനെ വേറെന്ന് പറയുന്നത് was എന്ന് പറഞ്ഞു. A flock of sheep was grazing when I slept in the ground. കേട്ടോ? Then it is a threshold for you. Don't try to rule me. Okay. And okay. ശ്രീദേവി, ഇമ്മ്യൂണിറ്റി നല്ല കൂടുതലാണെന്ന് തോന്നല്ലോ. ശ്രദ്ധിക്കുക, മാറി നിന്നോളൂ. കാരണം നമ്മൾക്ക് ഇത് വരുത്താൻ നോക്കാം. ഓക്കെ, ഐ തിങ്ക് ദേ ആർ ക്വാറന്റൈൻ അല്ലേ? അവർ ക്വാറന്റൈൻ ആയിരിക്കും അപ്പം. യെസ്, ദ കോവിഡ് ടൈം നോൺ ഫഞ്ചിബിൾ. കോവിഡ് ടൈം നോൺ ഫഞ്ചിബിൾ ദ ഹാൻഡ്സോ. ഇതിപ്പം അത് യൂസേജ് കറക്റ്റ് അല്ല. ഇങ്ങനെ പറയാം, എന്താണ് നോൺ ഫഞ്ചിബിൾ? സംതിങ് ഈസ് നോൺ ഫഞ്ചിബിൾ ഡ്യൂറിങ് കോവിഡ്, അങ്ങനെ കൊടുക്കുക. സംതിങ് ഈസ് എനിത്തിങ്, എന്തുവാണോ ഈസ് നോൺ ഫഞ്ചിബിൾ ഡ്യൂറിങ് കോവിഡ്, അങ്ങനെ കൊടുക്കുക. സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിൻ്റെ പ്രോപ്പർ ഒരു സ്ട്രക്ചറിങ് എങ്ങനെയാണെന്നറിയോ ദിപ്പിൻ? നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സബ്ജക്റ്റ് ആൻഡ് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒരു വേർബ്, അതാണ് അതിന് മീനിങ് ഫുൾ ആക്കുക. അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നമ്മളൊരു സെൻറ്റൻസ് ഇത് ചെയ്യുന്നത്. ഓക്കെ. നോമൻക്ലേച്ചർ സയൻറ്റിഫിക് ടേംസിൽ അല്ലേ യൂസ് ചെയ്യുക? അതെ, നോമൻക്ലേച്ചർ സയൻറ്റിഫിക് ടേംസിലാണ് ഉപയോഗിക്കുക. ഇന്ന് നമ്മൾ കാണും ഒരു സെൻറ്റൻസ്, അപ്പോൾ ഇവനക്കത് മനസ്സിലാവും. സയൻറ്റിഫിക് ടേംസിലാണ് നോർമലി നമ്മളതിന് ഉപയോഗിക്കുന്നത്, നോമൻക്ലേച്ചർ. വിളിച്ചപ്പോൾ അവർ പറഞ്ഞു മാറ്റില്ല എന്നല്ലേ. ജുഡീഷ്യൽ എക്സാം ഒരെണ്ണം വരുന്നുണ്ട്, 20 സംതിങ്ങിന് വരുന്നുണ്ട്, ഒരെണ്ണം ഓൾറെഡി വരുന്നുണ്ട്. അപ്പം മേ ബി പോസ്റ്റ്പോൺ എക്സാം കൺഫേം ആവുമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ലെറ്റ്സ് സീ, നോക്കാം, എന്തായാലും വെയിറ്റ് ചെയ്യാം. The police precluded the crowd from entering into the accident place. Okay. His timely intervention precluded the accident. All right. The government precluded public gathering during pandemic situation. A flock of words related to law relating to law is always confusing me. Is always confusing. അവിടെ കൺഫ്യൂസിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ING ആയതുകൊണ്ട് ഈസ് വാസ് ഒക്കെ കൊടുക്കണ്ടേ? അതിൽ ഏതെങ്കിലും ഒരു ബി ഫോർമുലേഷൻ കൊടുക്കണ്ടേ? ശ്രദ്ധിക്കണം കേട്ടോ. നോൺ ഫഞ്ചിബിൾ മീൻസ് നോൺ എക്സ്ചേഞ്ചിബിൾ, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് കേട്ടോ അർത്ഥമുള്ളൂ. അത് സാധാരണ നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. നോൺ ഫഞ്ചിബിൾ ഈ പറയുന്ന പോലെ ക്രിപ്റ്റോ കറൻസി ആ ബേസിൽ പറയുന്നത് തന്നെയാണ്. ആർട്ടിക്കിൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ക്ലൈമറ്റ് എക്സ്ചേഞ്ച് ഇസ് സംതിങ് വിച്ച് കൻ നോട്ട് ബി പ്രിക്ലൂഡഡ്. വി മസ്റ്റ് പ്രിപ്പയർ അവർ സെൽസ് ടു ബി മോർ ക്ലൈമറ്റ് റെസിലിയൻറ്റ്. യെസ്, ഡ്യൂറിങ് കോവിഡ് അറ്റ് ഇറ്റ്സ് peak time, currency notes are non-fungible to avoid pandemic situation. Yes, at first whenever ma'am thresholded
ആജ്ഞ അവിടെ ത്രഷോൾഡ് എന്ന വേർബ് അല്ല. ത്രഷോൾഡ് ഇസ് എ നൗൺ, നോട്ട് എ വേർബ്. അതുകൊണ്ട് ഇ ഡി ഫോമുലേഷൻ കൊടുക്കാൻ പറ്റില്ല. വേർബിന് ആണ് ഇ ഡി ഫോമുലേഷൻ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് V1, V2, V3 ഉള്ളത് വേർബിന് മാത്രമാണ്. നൗണിന് ഇ ഡി ഫോമുലേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ യൂസേജ് തെറ്റാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. പ്രക്ലൂഡ് ആൻഡ് പ്രോസ്ക്രൈബ് സിനോണിമസ്. യെസ്, പ്രക്ലൂഡ് ആൻഡ് പ്രോസ്ക്രൈബ് സിനോണിമസ് ആണ്. വി മസ്റ്റ് പ്രക്ലൂഡ് ദി സൊസൈറ്റി അഗൈൻസ്റ്റ് ആൽക്കഹോൾ. ആൽക്കഹോളിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ആൽക്കഹോൾ CHA അല്ല, O ആണ്. ഷംസീന, a flock of people become rich. People, a flock of people അല്ലേ, ഗ്രൂപ്പ് becomes. ഓഫ് പീപ്പിൾ അല്ല അവിടുത്തെ സബ്ജക്റ്റ്, ഫ്ലോക്ക് ആണ് സബ്ജക്റ്റ്. അപ്പോൾ അത് ബിക്കംസ് കൊടുക്കുക. ഡ്യൂ ടു കോവിഡ് പാൻഡമിക് ത്രൂ സെയിൽ ഓഫ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ തിങ്സ്, മെഡിക്കൽ സംതിങ് ലൈക്ക് ദാറ്റ്, അത് കൊടുക്കുക കേട്ടോ. മെഡിക്കൽ എന്ന് പറയുമ്പോൾ അത് അഡ്ജക്റ്റീവായി, അതിലൊരു നൗൺ വേണം, എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. ഓഫിന് ശേഷം നൗൺ വേണ്ടേ അഭിഷേകെ? മെഡിക്കൽ എക്യുപ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, ദിസ് ഇസ് നോട്ട് എ സിറ്റിസൻസ് പവർ ടു പ്രിക്ലൂഡ് ദിസ് ഹ്യൂമിലേറ്റിംഗ് ഫെനറ്റേഷൻ ഇൻ ദ കൺട്രി. ഓക്കെ, മെഡിസിൻ കറക്റ്റാ. ഓക്കെ അഭിഷേക്, അത് കറക്റ്റാ. സയൻറ്റിഫിക് നോമൻക്ലേച്ചർ ഫോർ ദ കോമൺ ക്രേറ്റ് ഇസ് ബംഗാറസ് കേരളസ്. ഓക്കെ, ഓക്കെ. ഡിഡ് യു ഹാവ് യുവർ ലഞ്ച്? മദർ ടോൾഡ് ദ ചൈൽഡ്. അതാണോ ഗൗരി ചോദിച്ചത്? എനിക്കത് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവോ? ഇപ്പോൾ അതിന് സമയമില്ല നമുക്ക്. അതൊക്കെ അതെനിക്ക് ഒരു ഇത് തരൂ. എനിക്ക് എന്ത് തരാനാ? പേഴ്സണലായിട്ട് ടെലഗ്രാമിൽ അയച്ചു തരും കേട്ടോ, ഞാൻ അതിന് റിപ്ലൈ തരാം. സം എക്കണോമിക് എക്സ്പേർട്സ് അപ്പൽ ദി ബഡ്ജറ്റ് പ്രസൻറ്റഡ് ബൈ ഫിനാൻഷ്യൽ മിനിസ്റ്റർ അല്ല, ഫിനാൻസ് മിനിസ്റ്റർ precludes its financial aid to common people who are expecting more from budget. Yes. School ID card is non-fungible. Yeah. The flock was palpably precluded from making noise. Okay. COVID hospitalization in some of the cities has breached the threshold to call an health emergency. Alla, call a health emergency. Keto. Call an health alla to. Ani an evide varunathu? H nokka. H ennu parayunnathu her sound ah. Her sound എന്ന് പറയുമ്പോൾ വവലല്ല, അത് കോൺസണന്റ് സൗണ്ട്. അപ്പോൾ ആൻ അല്ല, എ. ഓക്കെ, അടുത്തത്. ഡിമോണിറ്റൈസേഷൻ മെയ്ഡ് such confusion among people regarding the non-fungibility of certain currency notes. Yes. Keep the non-fungible personal information secure to preclude from being cheated. Yes, that's right. Okay. Then it was procrastination അല്ല, procrastination. ശ്രദ്ധിക്കുന്ന സ്പെല്ലിങ്, വിച്ച് പ്രിക്ലൂഡഡ് ഹർ ഫ്രം അച്ചീവിങ് സക്സസ്. ഗുഡ് മോർണിംഗ് സുവർണ. വെഹിക്കിൾസ് വർ പ്രിക്ലൂഡഡ് ബൈ PWD ഫോർ പൈപ്പ്ലൈൻ വർക്ക്. യെസ്. മദർ ആസ്ക്ഡ് ചൈൽഡ്. ഓ അതാണോ മദർ ആസ്ക്ഡ് ചൈൽഡ്? മദർ ആസ്ക്ഡ് ചൈൽഡ് അത് റിപ്പോർട്ട് ചെയ്യുമ്പം മദർ ആരോട് ചോദിച്ചു? ചൈൽഡിനോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത്. യെസ്. പ്ലീസ് മേക്ക് ആൻ അറ്റൻഷൻ ദാറ്റ് പോസ്റ്റ് ഡേറ്റഡ് ചെക്സ് ആർ നോൺ ഫഞ്ചിബിൾ. ഓൾ റൈറ്റ്. എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് കംസ് ഇൻ വിന്റർ. യാ, നോൺ ഫഞ്ചിബിൾ പൊസിഷൻസ് ഷുഡ് അല്ല, ഷുഡ് ബി കെപ്റ്റ് കെയർഫുള്ളി. അശ്വതി, അവിടെ പാസിവൈസേഷനാണ് വേണ്ടേ. അതൊക്കെ നോക്കിയാൽ എന്താ വെക്കേണ്ടത്? നോൺ ഫഞ്ചിബിൾ പൊസിഷൻസ് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ യു ഷുഡ് കീപ്പ് നോൺ ഫഞ്ചിബിൾ പൊസിഷൻ എന്ന് പറയില്ലേ. അപ്പോൾ ഇവിടെ നോൺ ഫഞ്ചിബിൾ പൊസിഷൻ എന്നല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ നോൺ ഫഞ്ചിബിൾ പൊസിഷൻ ഷുഡ് ബി കെപ്റ്റ് കെയർഫുള്ളി എന്ന് കൊടുക്കണം കേട്ടോ അശ്വതി. നോമൻക്ലേച്ചർ ഓഫ് ഹ്യൂമൻ ഡിസീസസ് ആർ ഡൺ ബൈ WHO. ഓൾ റൈറ്റ്. ഫോക്ക് ആൻഡ് ഫ്ലോക്ക് ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്. രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഫോക്ക് മീൻസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. നമ്മൾക്ക് അറിയാവുന്ന. ഫോക്ക് മീൻസ് നമ്മുടെ കൂട്ടുകാരെന്നൊക്കെ നമ്മൾ പറയില്ലേ. ഈ ഫോക്ക് എന്താ? നമ്മൾ പറയില്ലേ ഫ്രണ്ട്സ് ഒക്കെ പറയില്ലേ, ഫ്രണ്ട്സ്, അതാ ഫോക്ക്. ഓൾറൈറ്റ്. ഇത് പ്ലൂറൽ നൗണാണ്. ഫോക്ക് ഈസ് പ്ലൂറൽ നൗൺ. മനസ്സിലായ? ഫ്ലോക്ക് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ. ദാറ്റ്സ് എ ഡിഫറൻസ്. ഫോക്ക് ഈസ് പ്ലൂറൽ നൗൺ. ഫോക്സ് എന്ന് നമ്മുടെ അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയും, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഫോക്സ് ഇല്ല. ഇറ്റ് ഈസ് ഫോക്ക്. ഹലോ ഫോക്ക്. ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്, പ്ലൂറൽ നൗൺ ആണ്. ഓക്കെ, യാ. പണി കിട്ടും അല്ലേ? അതെ അനിയ ശ്രദ്ധിക്കണം കേട്ടോ. ത്രഷോൾഡ് ourselves to prevent being COVID positive. Okay, Bitty, all right. I often preclude myself from scrolling social media അല്ല, scrolling through social media. Okay, yeah. ഫ്ലോക്ക് നോർമലി നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഫ്ലോക്ക് ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ട. ബേർഡ്സ്, ഇൻസെക്ട്സ്, അങ്ങനെ ഫ്ലൈ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ഫ്ലോക്ക് നോർമലി പറയാറ്. പിന്നെ കുറച്ചും ഉണ്ട്, ചിലതും ഉണ്ട് ഈ പറയുന്നത്. അതൊന്ന് നോക്കിയാൽ മതിയേ. കളക്റ്റീവ് നൗൺസ് ഒന്ന് എടുത്ത് നോക്കുക ഫ്ലോക്കിൻ്റെ, അപ്പോൾ കാണാൻ പറ്റും. അതൊന്ന് ശ്രദ്ധിക്കുക. അതെനിക്ക് നല്ലൊരു ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ്.
I precluded using Instagram until the exam. All right. Riju precluded the water leakage in his washroom. All right. Diwali ആണോ ഇപ്പം? ആണോ അഭിഷേക്? ഹാപ്പി ദിവാലി ഫോക്സ് അല്ല, ദാറ്റ്സ് റോങ്. അതാ ഞാൻ പറഞ്ഞത്, അത് അമേരിക്കൻ ഇംഗ്ലീഷാ. യു ക്യാൻ യൂസ് ഹാപ്പി ദിവാലി ഫോക്ക് അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഫോക്ക് യു ക്യാൻ സേ. ഡോണ്ട് സേ ഫോക്സ്, ഫോക്ക്. അത് പ്ലൂറൽ നൗൺ ആണ്. മൂവിങ് ടു നെക്സ്റ്റ് സെറ്റ്. അടുത്ത സെറ്റ് പിടിച്ചോ. ല്യോർ. ല്യോർ എന്ന വാക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. നൗണായിട്ടും വേർബായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. ല്യോർ എന്ന് പറഞ്ഞാൽ ടെംപ്റ്റ് ചെയ്യുക, ഒരാളെ അട്രാക്ട് ചെയ്യുക, അല്ലെ ല്യോറിയ എന്ന് പറയും. സെഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയും. സോ ടെംപ്റ്റേഷൻ അല്ലെങ്കിൽ എൻറ്റൈസ്മെൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ വേർബായിട്ട് വരുമ്പോൾ ടെംപ്റ്റ് ചെയ്യുക, എൻറ്റൈസ് ചെയ്യുക, അട്രാക്ട് ചെയ്യുക, അല്യൂർ ചെയ്യുക, സെഡ്യൂസ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. നോക്കിയേ, ഇത് നൗണാണ്. ടെംപ്റ്റേഷൻ, എൻറ്റൈസ് നോക്കിയാൽ അത് കഴിഞ്ഞ് സെമിക്കോളൻ ഇട്ടിട്ടുണ്ട്. ദാറ്റ്സ് അനദർ തിങ്, ദാറ്റ് ഇസ് വേർബ്. വേർബാണ് കേട്ടോ. അട്രാക്ട്, അല്യൂർ, ടെംപ്റ്റ്, ഓക്കെ, എൻറ്റൈസ്, ഇതൊക്കെയുള്ളത് വേർബാണ് കേട്ടോ. എൻറ്റൈസ്, അല്യൂർ, അട്രാക്ട്, സെഡ്യൂസ്, ടെംപ്റ്റേഷൻ, എൻറ്റൈസ്മെൻ്റ് ഒക്കെ ല്യോർ എന്ന നൗണിൻ്റെ ഫോർമുലേഷൻ. ദാറ്റ്സ് എ ഡിഫറൻസ്. ഓക്കെ, അടുത്ത നോക്ക് സ്വേ. സ്വേ എന്ന് പറഞ്ഞാൽ ആടുക, സ്വിങ് അല്ലേ. നൗൺ ഉണ്ട്, സ്വിങ് എന്ന ഇതുണ്ട്, മൂവ്മെൻറ്റിന് പറയും അല്ലേ. അല്ലാതെ വേറൊരിടത്തുണ്ട്, ഇറ്റ്സ് അണ്ടർ ദ സ്വേ ഓഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അണ്ടർ ദ റൂൾ, ജൂറിസ്ഡിക്ഷൻ എന്നൊക്കെ ഒരു അർത്ഥമുണ്ട്. സ്വിങ്, ചാഞ്ച, ആട്ടം എന്ന് പറയില്ലേ, ആ ഒരു അർത്ഥമാണ് സ്വേക്കുണ്ട്. നൗണ് സെമിക്കോളൻ ഇട്ടിട്ടുണ്ട്, അതിനുശേഷം വേർബാണ്. അതുപോലെ തന്നെ റൂൾ, ജൂറിസ്ഡിക്ഷൻ എന്നൊരു അർത്ഥവും ഇതിനുണ്ട് കേട്ടോ. ഒന്ന് ഓർത്തോണം. ജൂറിസ്ഡിക്ഷൻ, പരിധി, നമ്മുടെ നിയമപരിധി എന്നൊക്കെ പറയില്ലേ. റൂൾ, നിയമപരിധി എന്നൊക്കെയാണ് വേറൊരർത്ഥം സ്വേക്ക്. ഓർത്ത് വെച്ചോണം. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് അതിൻ്റെ വേർബ് ഫോർമുലേഷൻ. ഷെയ്ക്ക് അല്ലേ, ഓസിലേറ്റ് ഓർ ഇൻഫ്ലുവൻസ് ചെയ്യാം അല്ലേ. സ്വേ എന്ന് പറയുമ്പോൾ സ്വേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ചെയ്യുക, ഓസിലേറ്റ് ചെയ്യുക, ടു ആൻഡ് ഫ്രം മൂവ്മെൻ്റ് അല്ലേ അത്. അല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നൊരു അർത്ഥമുണ്ട്. ആൻഡ് അഫക്റ്റ് ചെയ്യുക അല്ലേ. ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഫക്റ്റ് ചെയ്യുക അർത്ഥമുണ്ട്. ഓർത്ത് വെച്ചോണം. അനദർ വൺ ഇസ് ബാലിഹു. ബാലിഹു എന്ന വാക്ക് ഓർത്തോണേ. ബാലിഹു എന്ന് പറയുന്നത് വളരെ ഇൻഫോർമൽ യൂസേജ്, നമ്മളത് ഉപയോഗിക്കാറില്ല. പക്ഷേ ഇന്ന് ആൾക്കാർക്ക് കോമൺ ഫോക്കിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എവിടെ ഉപയോഗിച്ചേക്കുന്നതാണ്, നമ്മുടെ ന്യൂസ് പേപ്പറിൽ ഉപയോഗിച്ചു. യു കനോട്ട് യൂസ് ഇറ്റ് ഇൻ ഒഫീഷ്യൽ ടേംസ്. ഒരിക്കലും ഒഫീഷ്യൽ ടേമിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻഫോർമൽ, കാഷ്വലായി, വളരെ കാഷ്വലായിട്ടൊരു ഉപയോഗമാണ്. ബാലിഹു എന്ന് പറഞ്ഞാൽ കാട്ടിക്കൂട്ടലുകളെന്ന് പറയില്ല, പബ്ലിസിറ്റി സ്റ്റണ്ട് പറയില്ല. ദാറ്റ്സ് ഇറ്റ്. പബ്ലിസിറ്റി, അഡ്വർടൈസിങ്, പ്രൊമോഷൻ, ഹൈപ്പ് എന്നൊക്കെയാണ് ബാലിഹു എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. കേട്ടാൽ പരിചയമുണ്ട് എന്നറിയണം, അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ആർട്ടിക്കിൾ ഉള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് പോണ്ടറബിൾ. പോണ്ടറബിൾ മീൻസ് അപ്രീഷിയബിൾ. ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ കൺസേൺ. ഇറ്റ്സ് എൻ അപ്രീഷിയബിൾ വൺ. അടിപൊളി, നല്ല പരിപാടിയാണത്. പാൽപ്പബിൾ ആണ്, പെർസെപ്റ്റബിൾ ആണ്, സെൻസിബിൾ ആണ് എന്നൊരർത്ഥമുണ്ട് പോണ്ടറബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം. അഡ്ജക്റ്റീവ് ആണ്, ഓർത്ത് വെച്ചോണം. സെൻസിബിൾ, പെർസെപ്റ്റബിൾ, പാൽപ്പബിൾ, അപ്രീഷിയബിൾ, അതാണ് പോണ്ടറബിൾ എന്ന അഡ്ജക്റ്റീവിൻ്റെ മീനിങ്. ഓക്കെ, അടുത്ത വാക്കാണ് പ്രീ എംപ്റ്റ്. വേർബാണ് പ്രീ എംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർസ്റ്റോൾ ചെയ്യുക. മുൻകൂട്ടി കണ്ട് ഒരു കാര്യം നമ്മൾ പ്രിവെൻറ്റ് ചെയ്യില്ലേ, അതിനെയാണ് ഫോർസ്റ്റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ. സ്റ്റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രിവെൻറ്റ് ചെയ്യാന്നാണ്. ഫോർസ്റ്റോൾ ചെയ്യുക, മുൻകൂട്ടി കണ്ടൊരു കാര്യം നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാണ് പ്രീ എംപ്റ്റ് എന്ന് പറയുന്നത്. പ്രീ എംപ്റ്റ്, പ്രിവെൻറ്റ്, ആൻറ്റിസിപ്പേറ്റ്. വേറൊരു അർത്ഥമുണ്ട് ഓക്യുപ്പൈ ചെയ്യുക. പ്രീ എംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓക്യുപ്പൈ ചെയ്യുക. ലാസ്റ്റ് സ്ഥലം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ഓക്യുപ്പൈ ചെയ്യുകയാണെന്ന് എന്നുള്ള അർത്ഥമാണ് പ്രീ എംപ്റ്റിന്. രണ്ട് മീനിങ് ഉണ്ട്, രണ്ടും വേർബാണ്. ഒന്ന് നമ്മൾ മുൻകൂട്ടി കണ്ടതിന് എതിർക്കുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. പല അർത്ഥമുണ്ട്, അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. പ്രീ എംപ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. ഓക്കെ ഓക്കെ, ഓക്യുപ്പൈ ചെയ്യാം. സി അല്ലേ, പിടിച്ചെടുക്കുക എന്നൊക്കെ അർത്ഥമില്ലേ, അതാണ് കേട്ടോ. മുൻകൂട്ടി കണ്ട് പിടിച്ചെടുക്കുക. നേരത്തെ നമ്മളൊരു കാര്യം പിടിച്ചെടുക്കുക, അങ്ങനെയുള്ള സീസ് ചെയ്യുക അല്ലെങ്കിൽ ഓക്യുപ്പൈ ചെയ്യുക, ടേക്ക് ഓവർ എന്നൊക്കെയുള്ള അർത്ഥവും ഈ പ്രീ എംപ്റ്റിനുണ്ട്. ഓർത്ത് വെച്ചോളാം. പല രീതിയിൽ ഇതിന് സിനോണിമസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചോളൂ ആ കാര്യത്തിൽ കേട്ടോ. ഓക്കെ, ലെറ്റ് സീ. അപ്പോൾ നമ്മുടെ മറ്റ് സെൻറ്റൻസുകളിലോട്ട് പോകാം. അപ്പോൾ സെൻറ്റൻസ് ഒക്കെ പറയുന്നതിന് കൂടെ ലൈക്ക് ഇട്ട് പോകണം കേട്ടോ. ഫോക്ക് ഓൾഡ് ലേഡീസോ ഫോക്ക് ഓഫ് ലേഡീസോ യൂസ്. അതാ ഞാൻ പറഞ്ഞത്, അത് ഉപയോഗിക്കും തോന്നുന്നു. ഒന്ന് നോക്കണം കേട്ടോ. ഫോക്ക്, അതാ ഞാൻ പറഞ്ഞത്. ഫ്ലോക്ക് ഒന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, ദ പ്രിക്ലൂഷൻ ഓഫ് ഡ്രഗ്സ് അമംഗ് എ ഫ്ലോക്ക് ഓഫ് സ്റ്റുഡൻസ് വാസ് ഡൺ ബൈ ദി ടീച്ചേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്കൂൾ ആസ് ഇറ്റ് ഷുഡ് ബി. ബട്ട് യൂസേജ് കുഴപ്പമില്ല, ബട്ട് അത് കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസ് ആക്കി മാറ്റി. എൻ്റെ മീനിങ് മൊത്തത്തിൽ പാർവതി അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. മേക്ക് ഇറ്റ് സിംപിളർ വൺ. ഓക്കെ, a flock of birds chirp ബേർഡ്സിൻ്റെ, അപ്പോൾ വേർഡ്സ് കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കൊടുത്തേ. ബേർഡ്സ് chirp is heard early morning near window side at my home. Okay, scientific nomenclature of animals helps us to identify these species and their genus. All right,
Many and entrepreneurs are under the threshold of politicians, for they need to favor them in order to start an enterprise. Okay, parents can preclude their kids from the overusage of smartphones. Yes, ADA gives a golden threshold to crack HCA. All right. Swing, sway, swung ആണോ? Yeah. സ്വിങ് വേറൊരു മീനിങ് ആണ്. സ്വിങ്ങിൻ്റെ സ്വങ് ആണ്. ഓക്കെ, സ്വാങ് ആൻഡ് സ്വങ് ആണെന്ന് തോന്നുന്നു, അങ്ങനെ കണ്ടാണ്. സ്വേ അല്ല അതിൻ്റെ ഇത് കേട്ടോ, സ്വേ പാസ്റ്റൻസ് അല്ല, അത് ഇതാ സ്വേ എന്ന് പറയുന്നത് വേറെ വേർബാണ് കേട്ടോ ആഗ്ന. ഓപ്ഷനിൽ ഹീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഹീ ഇട്ടോളൂ കേട്ടോ. ചിലപ്പോൾ അത് തെറ്റ് വരുത്തുന്നതാണ്. പണ്ടത്തെ PSC എക്സാമിന് പലയിടത്തും ഈ പറയുന്ന തെറ്റ് വരുത്തിയിട്ടുണ്ട്. ഒരുപാട് തെറ്റുകളുള്ള ഒരു ഇതാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പഴയ ക്വസ്റ്റൻ അല്ലേ കാണിച്ചു തന്നെ, അതുകൊണ്ടാണ്. A flock of sheep make traffic on the road. A flock of sheep make അല്ല, makes ഗ്രൂപ്പ് അല്ലേ. Boycotting Chinese dependency led some international companies to establish their firms in India. Okay. After അനി ഞാൻ നിന്നോട് പറഞ്ഞു ഹൈറ്റസ്, HLA നോക്കിയേ, ഹൈറ്റസ് എന്ന് പറഞ്ഞ് ഇന്നലെ നമ്മൾ പറഞ്ഞ വാക്ക് ഹൈറ്റസ്. ഇവിടെ എന്താ അതിൻ്റെ ഇത്? നിനക്ക് ഈ എ ആനാ പ്രശ്നം എന്ന് തോന്നുന്നു കേട്ടോ. നിനക്ക് ബേസിക് സിമ്പിൾ കാര്യങ്ങളാണ് എനിക്ക് പ്രശ്നം എന്ന് തോന്നുന്നു. ഡിഫിക്കൽട്ട് സ്റ്റെപ്സ് ഒന്നും നിനക്ക് പ്രശ്നമല്ല, നിനക്ക് സിമ്പിളാണ് പ്രശ്നം. നോക്കി, H ആണ്, അവിടെ ഹേ സൗണ്ടാണ്. അപ്പോൾ നോക്കി അവിടെ കോൺസണൻറ്റ് സൗണ്ടാണ്. അപ്പോൾ എ ഹൈറ്റസ് എന്നേ പറയുള്ളൂ. ഡോണ്ട് യൂസ് ആൻ ഹൈറ്റസ് അവിടെ, എ ഹൈറ്റസ് കേട്ടോ. ആഫ്റ്റർ എ ഹൈറ്റസ് go ahead signal approved by the government to legalize digital currency in India will definitely lure many investors to invest in digital currency. ഓക്കെ, പിന്നെ ഡിജിറ്റൽ കറൻസി 2 തവണ റിപ്പീറ്റേഷൻ വരാതെ എഴുതുമ്പോൾ ഇൻവെസ്റ്റ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. നേവി ഓഫീസേഴ്സ് were arrested for breaching their ways. ഓക്കെ. Bobby Chemanur is a Baluhu person when a flock of people seen together. When a flock of people seen together. When he see a flock of people. അങ്ങേര് കാണുമ്പോഴല്ലേ പ്രശ്നം, അങ്ങേർക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അല്ലേ. അതുകൊണ്ട് ആ യൂസേജ് ഒന്ന് കറക്റ്റ് ആക്കാം. The sand art exhibition organized by the students lured a large crowd. All right. Aishwarya Roy's eyes and beauty lured everyone to watch her movies. Okay. People often get lured by fake ballyhoos circulating in social media platforms. Yeah. A bevy of ladies. Bevy ലേഡീസിന് സ്വാൻ, ബെവി, സ്വാൻസിനും സ്വാൻസിനും ഒക്കെ ഒരേ ഇതാ വരുന്നത്, ബെവി. അതെ ഉണ്ട്. Girls are lured offering roles in films. Yes. I had lured, okay, to watching Hriday movie. I had lured to എന്ന് പറയില്ല. I was അല്ലെങ്കിൽ I am lured to watching അല്ല, to watch Hriday movie in theatre because its location and ballyhoo surrounded in Palakkad and its rural and ballyhoo promotion. and അവിടെ ballyhoo എന്ന് പറയുമ്പോൾ എന്താ, പ്രൊമോഷൻ, ഹൈപ്പ് എന്നൊരർത്ഥം. അവിടെ ബാലുഹു തെറ്റല്ലേ ഹരി? അവിടെ ബാലുഹു എന്ന് യൂസേജ് തെറ്റാ. അതിൻ്റെ പ്രിമൈസസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, പരിസരം, ലൊക്കേഷനും അല്ലേ, പാലക്കാട് റീജിയനാന്നല്ലേ. ഓക്കെ, അപ്പോൾ പിന്നെ അവിടെ ബാലുഹുവിൻ്റെ ആവശ്യമില്ല. Section 50 of the Abgari Act mentions the minimum sway for the magistrate about a case. All right. All right. She had posted an alluring picture on that social media sites on the social media sites that ballyhoo her profile എന്ന് പറയില്ല. ബാലിഹു എന്ന് പറയുന്നത് നൗൺ അല്ലേ ഷീന? അപ്പം എങ്ങനെയാ ബാലിഹു എന്ന് പറയുന്നത്? അവിടെ ദാറ്റ് ബാലിഹു എന്ന് പറയില്ല. ദാറ്റ് പബ്ലിസൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് അഡ്വർടൈസസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേർബായിട്ട് ഉപയോഗിക്കില്ല ബാലിഹു, ഇറ്റ്സ് നൗൺ, ദാറ്റ്സ് ഇറ്റ് കേട്ടോ. പിന്നെ നിങ്ങളത് വെച്ച് സെൻറ്റൻസ് ഉണ്ടാക്കാതിരിക്കുന്നത് നല്ലത്, ബിക്കോസ് അത് ഇറ്റ്സ് ഇൻഫോർമൽ അല്ലേ, അത് വേണ്ട. ഓക്കെ, ഓർത്ത് വെച്ചാൽ മാത്രം മതിയേ. The government's decision to take a welcome move towards digital currency is ponderable. Yes. Fishermen use baits to lure fish. Yes. Okay. Rindu ma'am said your section is ponderable. Thank you, Sachida. Hi, Abila. Yes, I'm feeling better and far better. Yes. Thank you for asking. Her ponderable achievements swayed her friends. Yes. Don't ponder my feelings, soulmate. I can literally preempt what our future will bring us. ആ പോണ്ടറിൻ്റെ അർത്ഥം പോണ്ടറബിൾ എന്ന് പറയുമ്പോൾ അപ്രീഷ്യബിൾ എന്നാണ്. ബട്ട് പോണ്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം, പോണ്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് മാറിയേ. പോണ്ടർ മീൻസ് തിങ്ക് എന്ന, ചിന്ത. പോണ്ടർ ഓൺ സംതിങ്, തിങ്ക് എന്ന അർത്ഥം. അപ്പോൾ അവിടെ മീനിങ് മാറിയേ, അത് ഓർത്തോണം. അവിടെ പോണ്ടർ എന്ന് പറയുമ്പോൾ വേർബാണ്, തിങ്ക് എന്നാണ് അർത്ഥം. അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഡോണ്ട് പോണ്ടർ മൈ ഫീലിങ്സ് എന്ന് പറയുമ്പം
മനസ്സിലായോ കിഷോറെ എന്താ മീനിങ് മാറി എന്നുള്ളത്? ക്ലൈമറ്റ് ഡിസാസ്റ്റർ ക്യാൻ ബി പ്രീഎംപ്റ്റഡ് ഇഫ് we conserve nature. Okay. Although the beautiful cake lured me, I somehow managed to preempt myself from the sway as I was fasting. Okay. He was ponderable by court for showing the dare to replace the child. Yes. Beautiful dress hunged. Nitu hung, not hunged. രണ്ട് ഇതുണ്ടേ ഓർമ്മ. ഹാങ് എന്ന വാക്ക് തൂക്കിക്കൊല്ലുക, ഹാങ്ഡ്, ആൻഡ് അഗൈൻ അതിൻ്റെ V3 ഹാങ്ഡ്. ഇത് തൂക്കിക്കൊല്ലുക. ഇനി രണ്ടോട് കൂടിയതിടരുത്, മറ്റേത് തൂക്കിയിടുക, ഹാങ് ഉണ്ട്, അതിന് ഹങ് ആണ്. തേർഡ് ഫോമും ഹങ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. മാറ്റരുത് കേട്ടോ അത്. ഓൾ റൈറ്റ്. ഹി lured the snake out of the hole. All right. Advertising companies ballyhoo to sell their products is ponderable. All right. Okay. അടിപൊളിയാണ്. Allu's protest is ponderable. Ballyhoo of politicians during elections seem like a mockery to me. All right. Social media is lure me alla. Social media lures me. കേട്ടോ, social media lure me from my studies എന്ന് പറയും. Okay. She sways others with her crocodile tears. Okay. His behavior towards subordinates is ponderable. Ponderable ആണേത് പ്രവീണ ശ്രദ്ധിക്കണേ. The only thing that lures me is jalebi. Okay. His ponderable behavior made me lured so into him. Okay. The work done by Nandu is ponderable. All right. Yes. Ahead of elections, UP politicians are promoting ballyhoo among the voters to attain the attention. Yes. I was preempted when I began to start. ശരത്തെ began V3 began ആണ് V2. Began to start my maiden speech according to the agenda. Social media give ponderable sway in the life of most of the people during this pandemic life. Yes. Ponderable judgment is expecting from court on actor assault case. അഭിഷേക് ഏത് നമ്മുടെ ടെലിഗ്രാം ചാനൽ അല്ലേ? ഞാനിപ്പോൾ തന്നെ അതിൻ്റെ ലിങ്ക് തരാം. നമ്മുടെ കേരള PSC ഷോർട്ട് സെലക്ഷനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിലേ നിങ്ങൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ആ ഒരു കുറവ് വേണ്ട. ഇപ്പം ഞാൻ അയച്ചേക്കുന്നതാണ് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാം കേട്ടോ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡൺ V3 അല്ല ആശ. അപ്പോൾ V3 എന്താണ്? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ഡൺ അല്ലെങ്കിൽ ഹാഡ് ഡൺ, പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ്, ഹാസ് ഡൺ ponderable work at the time of lockdown. Had done. അപ്പോൾ had done during the time of at the time of lockdown in Kerala. ഹരി, എബിലയ്ക്കല്ല പനി, എനിക്കായിരുന്നു പനി. അതുകൊണ്ടാണ് ഹരി എബില ചോദിച്ചത്, അല്ലാതെ എബിലയ്ക്കല്ലായിരുന്നു പനി. The chief secretary preempted the government from taking the wrong decision. Yes. It was her ponderable attitude that helped her to make quick decisions and eliminate others' life whenever they were in danger. Agna, ഞാൻ നിന്നോട് പിന്നെയും പറയാണ്, ആൻഡ് എന്നുള്ളതിന് പകരം എൻ ഇട്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, എക്സാമിന് അത് പ്രശ്നമാവുക എന്ന് ശ്രദ്ധിച്ചോണം. That was a ponderable achievement. All right. The teacher said her work towards nature is ponderable. All right. Yes. Prime Minister emphasizes this budget is ponderable, which provides long-term goal in country. This would help for creating huge employment opportunities. Adam was lured by Satan in Milton's Paradise Lost. Yes, he was. She has done her haircut when her friend lured her. All right. While studying the Bow Stories Instagram page is luring me. All right. The Pacho killers are always wanted. R and the B formulation would V1 varililla charate are always wanting to be ballyhoo for challenging others in the Urdu. Don't get lured by election manifestos. Okay. All right. Our previous health minister, Shailaja teacher's work during the pandemic is ponderable. Yes, it is. It's high time to preempt constructional activities in Western Ghats. Yes, Rohini. Moving to next set, ambiguous. Ambiguous എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയായിരിക്കും. കൺഫ്യൂഷൻ, ഡൗട്ട്ഫുൾ എന്നൊക്കെ അർത്ഥമാണ്. പല മീനിങ് ഉണ്ട് ആംബിഗ്വസ് എന്ന് ഓർത്തോണേ. അഡ്ജക്റ്റീവ് ആണ്. എന്താ പറയുക, ഒന്നിലധികം പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ, ഇക്വിവോക്കൽ ആണെങ്കിൽ യു ക്യാൻ സേ ആംബിഗ്വസ്. അൺക്ലിയർ ആണെങ്കിൽ യു ക്യാൻ സേ ആംബിവാലൻ്റ് ആണ്, യു ക്യാൻ സേ ഡൗട്ട്ഫുൾ. ഡ്യൂബിയസ്, ഡൗട്ട്ഫുൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയില്ലേ, ഡ്യൂബിയസ് എന്നാണ് അർത്ഥം. കൺഫ്യൂഷ്യസ് അല്ലേ, കൺഫ്യൂഷൻ ഉള്ളത് എന്നുള്ള അർത്ഥമാണ്. സോറി, കൺഫ്യൂഷൻ എന്നുള്ളത്
ഡൗട്ട്ഫുൾ, ഡൂബിയസ്, ഇക്വിവോക്കൽ, അതായത് ഒന്നിലധികം ഇതുള്ളത്. ഡിബേറ്റബിൾ ആണെങ്കിൽ ആംബിഗ്യുവസ് എന്ന് പറയാം നിങ്ങൾക്ക്. ഡിബേറ്റബിൾ പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ അൺക്ലിയർ ആണ്, ആംബിവാലൻ്റ് ആണ് എന്നൊക്കെ അർത്ഥമുണ്ട് ആംബിഗ്യുവസ്. അടുത്ത വാക്കാണ് വാഫിൾ. വാഫിൾ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്നുണ്ട്, വാഫിൾസ് കഴിക്കാൻ പറ്റുന്ന വാഫിൾസ് ഉണ്ട്, അത് ഞാൻ എടുക്കുന്നില്ല, ആ ഈറ്റിംഗ് തിങ്സിനെ പറ്റിയല്ല. അല്ലാതെ വാഫിൾ എന്ന വേർബിൻ്റെ അർത്ഥം സംസാരം, നമ്മളൊരു ക്ലാരിറ്റി ഇല്ലാത്ത സംസാരം, പ്രാറ്റിൽ, സംസാരം ഓർ എഴുത്ത്, പ്രാറ്റിൽ, ചാറ്റർ, ബാബിൾ, റാമ്പിൾ എന്നൊക്കെ പറയും. വാഫ്ലിംഗ് എന്നൊക്കെ ജെറൻ ഫോമുലേഷൻ ഉണ്ട്. ഇന്ന് വാഫ്ലിംഗ്, ഡിതറിങ് എന്നൊക്കെ ഉള്ള ജെറൻ ഫോമുലേഷൻ നിങ്ങൾ ആർട്ടിക്കിൾ കാണും. ഡിത അടുത്തത്. ഡിത മീൻസ് ബി ഇൻഡിസിസീവ്. നമുക്കൊരു ഉറപ്പില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥയാണെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഡിതറിങ് എന്നർത്ഥം. ഹെസിറ്റേറ്റ്, ഫോൾട്ടർ, വേവർ എന്നർത്ഥം. ഒരു ഡൗട്ടാ, വേണോ, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ്സ് ഇറ്റ്. ഹാംലെറ്റ്, അതാണ് ഡിതറിങ്. ഓക്കെ. അടുത്ത വാക്കാണ് ഡിനൗൺസ്. ഇന്നലെ നമ്മൾ പറഞ്ഞു ഡിനൗൺസ് എന്ന വാക്ക് ഓർമ്മയുണ്ടായിരിക്കും. കണ്ടം, സോറി ക്രിട്ടിസൈസിന് ഒരു ടി എക്സ്ട്രാ ഞാൻ ഇട്ടുപോയി, അറിയാതെയാണ്, ടൈപ്പോ. ക്രിട്ടിസൈസ്, അറ്റാക്ക്, സെൻഷർ, സ്ട്രോങ് ഡിസപ്രൂവൽ, അതിനാണ് ഡിനൗൺസ് എന്ന് പറയാം കേട്ടോ. സ്ട്രോങ് ഡിസപ്രൂവൽ ആണ്. സെൻഷർ, അറ്റാക്ക്, ക്രിട്ടിസൈസ്, കണ്ടംപ്റ്റ് അല്ലെ, കണ്ടംപ്റ്റ് അല്ല, കണ്ടംപ്റ്റ് ഇസ് നൗൺ, കണ്ടം ഓർ ഡിസപ്രൂവ്. സ്ട്രോങ് ഡിസപ്രൂവലിനെയാണ് സെൻഷർ എന്ന് പറയാം, ഡിനൗൺസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ബേർണിഷ്. ബേർണിഷ് മീൻസ് പോളിഷ്, ഷൈൻ, ബ്രൈറ്റൻ, ഗ്ലേസ് എന്നൊക്കെ അർത്ഥം. ബേർണിഷ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വേർഡ്സ്. ഇന്നത്തെ സിനോണിംസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കത് നോക്കാം. ആൻഡ് ഡേറ്റാസ് അല്ല, ഡേറ്റാസ് എന്ന് പറയില്ല രാഹുൽ, വി സേ ഡേറ്റ, ദാറ്റ്സ് ഇറ്റ്. ഡേറ്റ, നോട്ട് ഡേറ്റം സിംഗുലർ, ഡേറ്റ പ്ലൂറൽ. അതിപ്പോൾ നമ്മൾ യൂസേജിൽ ഡേറ്റ എന്നുള്ളത് പ്ലൂറലായിട്ടും സിംഗുലറായിട്ടും ഉപയോഗിക്കും. ഡേറ്റ ഇസ്, ഡേറ്റ ആർ എന്നൊക്കെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ബട്ട് ഡേറ്റമാണ് സിംഗുലർ, ലാറ്റിനാണ് സംഭവം. ഡേറ്റ പ്ലൂറലാണ്. പിന്നെ എസ് വേണ്ട, ഡേറ്റാസ് ഇല്ല, ഡേറ്റ മാത്രമേ ഉള്ളൂ കേട്ടോ രാഹുൽ. ഡേറ്റ ആർ റോ ഫാക്ട്സ് ദാറ്റ് ഹാവ് ആൻ ambiguity in its meaning. All right, it's ponderable whatever she has done at the situation. All right, her only lure is cricket. All right, okay, fine. അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇന്നത്തെ വേർഡ്സ് ഇത്രേ ഉള്ളൂ. വി ഹാവ് 94 സ്റ്റുഡൻസ് ലൈവ് വാച്ച് ഉണ്ട്, വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, പകുതി പേര് പോലും ലൈക്ക് ചെയ്തിട്ടില്ല. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ ആർട്ടിക്കിൾ. ഇന്നത്തെ ആർട്ടിക്കിളോട്ട് പോകാം. ദിസ് അവർ ആർട്ടിക്കിൾ, എ ഡിസ്ജോയിൻറ്റഡ് റെസ്പോൺസ്. എ ഡിസ്ജോയിൻറ്റഡ് റെസ്പോൺസ്. ഓക്കെ, അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ. ആർട്ടിക്കിളോട്ട് പോയാലോ. The continuous fiascos in life did not sway her and the determination shown is ponderable. All right. Since his reply was ambiguous, she asked him why he had waffled. Proceed. Great. I suggest you please go, buckle your shoes and denounce them with valid evidence. All right. Are criticize and criticize both correct? Danya, criticize le SC ആണെങ്കിൽ British English, ZA ആണെങ്കിൽ American English spelling difference ഉള്ളൂ. രണ്ടും ഒരേ സാധനം തന്നെ. Seems to be ambiguous. An ambiguous situation arising among people during lockdown. Rahul Gandhi announced the government's autonomous decisions. The child's waffle resembled the chirping of birds. Indian economy must be burnishing by the new implement in new budget. Great. Moving to article. അപ്പോൾ ആർട്ടിക്കിളോട്ട് പോകട്ടോ. അപ്പോൾ നിങ്ങളുടെ with your permission, let's start with the article. അപ്പോൾ ആർട്ടിക്കിളോട്ട് പോകാം. A disjointed response. എന്താ നോക്കാം. Regulatory clarity on crypto assets should have accompanied the tax on traders' profits. അപ്പോൾ പറഞ്ഞു നമ്മൾ ക്രിപ്റ്റോ കറൻസി, ക്രിപ്റ്റോ അസറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. യു നോ ക്രിപ്റ്റോ വാട്ട് ഇറ്റ് ഇസ്. ക്രിപ്റ്റോ മീൻസ് ഡിജിറ്റൽ, അതാണ് അർത്ഥം. സൈബർ ഡിജിറ്റൽ എന്നാണ് ക്രിപ്റ്റോ എന്ന വാക്കിൻ്റെ അർത്ഥം, അറിയാലോ. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ മണി, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പ്രോപ്പർട്ടി, ദാറ്റ്സ് ഇറ്റ്. ആ ഡിസ്റ്റോയിൻറ്റഡ് റെസ്പോൺസ്, എന്താണ് ഡിസ്റ്റോയിൻറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ്? റെഗുലേറ്ററി ക്ലാരിറ്റി വേണം. എന്തിൻ്റെ പേരിൽ, എന്തിൻ്റെ മുകളിലാണ് നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത്? ക്രിപ്റ്റോ അസറ്റ്സിൻ്റെ മേൽ. ഷുഡ് ഹാവ് അക്കമ്പനീഡ് ദ ടാക്സ് ഓൺ ട്രേഡേഴ്സ് പ്രോഫിറ്റ്സ്. ട്രേഡേഴ്സിൻ്റെ പ്രോഫിറ്റ്സിനെ അക്കമ്പനി ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നും പറയുന്നുണ്ട്. ലെറ്റ്സ് സീ എങ്ങനെയാണെന്നുള്ളത്. One of the most striking moves in the union budget's taxation proposals for 2022-23 is the introduction of taxation regime for virtual digital assets involving manifestations of cryptocurrencies, codes and non-fungible tokens. Finance Minister Nirmala Sitharaman has proposed to tax all profits from transactions in such assets at 30% along with the applicable surcharge and cess, and a 1% tax to be deducted by buyers while trading in any virtual digital asset beyond a
അപ്പോൾ ഇത്തവണത്തെ 2022-23 ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ പറഞ്ഞു ടാക്സേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. എന്തിലാണ്? വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സിന് നമ്മൾ ടാക്സേഷൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടാക്സ് കൊടുക്കുകയാണ് നമ്മൾ ക്രിപ്റ്റോ കാര്യങ്ങൾക്ക്. വിർച്വൽ ആയിട്ടുള്ള അസറ്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിപ്പോൾ എടുത്തോ, ക്രിപ്റ്റോ കറൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ കോഡ്സ് ആയിക്കോട്ടെ. ചില കോഡ്സ് ഉണ്ട്, നിങ്ങൾക്കറിയാം, ദേ ആർ നോൺ ഫഞ്ചിബിൾ ക്രിപ്റ്റോ കോഡ്സ്. നോൺ ഫഞ്ചിബിൾ ആയ ടോക്കൻസ് ഉണ്ട്. നോൺ ഫഞ്ചിബിൾ ടോക്കൻസ് അറിയാമായിരിക്കുമല്ലോ, ചില പ്ലെയേഴ്സിൻ്റെ ഒക്കെ ഇതൊക്കെ ഉണ്ട്, ടോക്കൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോൺ ഫഞ്ചിബിൾ ആണ്, നോൺ എക്സ്ചേഞ്ചബിൾ ആണ്. നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം ടാക്സ് പ്രോഫിറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു നമ്മുടെ ഈ അസറ്റ്സ്, ക്രിപ്റ്റോ അസറ്റ്സുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഡിജിറ്റൽ അസറ്റ്സിന് 30% ട്രാൻസാക്ഷൻ ടാക്സ് നമ്മൾ ഉപയോഗിക്കും, ചുമത്തും എന്നുള്ളത് ഓക്കെ പറയുന്നു. അതുകൂടാതെ അപ്ലിക്കബിൾ ആയിട്ടുള്ള സർചാർജും സെസ്സും പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ആൻ എക്സ്ട്രാ 1% ടാക്സും കൂടെ ഡിഡക്റ്റ് ചെയ്യും ബയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വൈൽ ട്രേഡിങ് ഇറ്റ്. നമ്മൾ വിർച്വൽ ആയിട്ടുള്ള അസറ്റുകൾ അല്ലെങ്കിൽ ഡിജിറ്റൽ അസറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ട്രേഡ് ചെയ്യണം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ 1% ടാക്സ് ഡിഡക്റ്റ് ചെയ്യപ്പെടും. ബിയോണ്ട് എ ത്രഷോൾഡ്, ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ കൊടുത്താൽ, ട്രാൻസാക്ഷൻ നടത്തിയാൽ അവിടെ എന്ത് വരും, നമുക്ക് 1% ഇതുകൂടെ അടയ്ക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ while the tax on profits will apply from April 1, 2022, which officials said will not preclude profits already booked before the date from the tax liability, the TDS provisions aimed at creating a transaction trail for the tax authorities will kick in from July 1. While trading profits will be taxed, according to crypto industry players, a higher rate compared to other jurisdictions, no deductions will be allowed on account of setting off losses from such trading or from any other capital losses. The only deduction permitted would be the cost of acquiring the asset. The term property under the IT Act is അപ്പോൾ നോക്കുക, ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഈ ടാക്സ് ആപ്ലിക്കേഷൻ വരുന്നത് April 1 മുതലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അത് ഒഫീഷ്യൽ ആകാൻ പോകുന്നത്. പിന്നെ ഒഫീഷ്യൽസ് പറയുന്നുണ്ട് ഇത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഫിറ്റിന് നമുക്ക് പ്രക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഇതുണ്ടാവും, ഡേറ്റിന് മുമ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊഹിബിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഈ ട്രാൻസാക്ഷൻ ട്രെയിലില്ലേ, ട്രാൻസാക്ഷൻ്റെ ഇത് ട്രെയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ പാത്ത്. ഓക്കെ, ടാക്സ് അതോറിറ്റീസിന് അത് എന്ന് മുതലായിരിക്കും നമ്മൾ കിക്കിൻ ചെയ്യാൻ തുടങ്ങുന്നത്, ഓപ്പറേഷനിലോട്ട് വരാൻ പോകുന്നത്, ഇൻ എഫക്റ്റിൽ വരാൻ പോകുന്നത് July 1 മുതലായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടാക്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ക്രിപ്റ്റോ ഇൻഡസ്ട്രി പ്ലെയേഴ്സ് ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ച് അവർക്കാണ് ഈ ടാക്സിൻ്റെ ഏറ്റവും വലിയ ഇത് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഹൈ റേറ്റ് ആയിരിക്കും ടു അതർ ജൂറിസ്ഡിക്ഷൻ. ഇപ്പോൾ ഒട്ടും ഡിഡക്ഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സെറ്റ് ഓഫ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ സെറ്റിംഗ് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ യൂസേജ് ഉപയോഗിച്ചേക്കുന്നുണ്ടോ, സെറ്റിംഗ് ഓഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിക്കോസ് എന്തുകൊണ്ടാണ് ചിലർ നമുക്ക് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നു. ഞാനിപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കുന്നു, എനിക്കും പൈസ തരാനുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പൈസ കുറച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സെറ്റ് ഓഫിൻ്റെ മീനിങ് പറഞ്ഞിരുന്നു, അത് നെക്സ്റ്റ് പാർട്ടിക്ക് നമ്മൾ കൊടുക്കുന്നതിനെ പറ്റി അതിവിടെ പറയുന്നു. ആൻഡ് അത് ട്രേഡ് ലോസിനെ പറ്റിയാണ് പറയുന്നത്, ഈ നമ്മുടെ ക്രിപ്റ്റോ കറൻസിയുടെ യൂസേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഇനി നമുക്ക് ഡിഡക്ഷൻ ഇല്ല, ടാക്സിന് ഒരിക്കലും ഡിഡക്ഷൻ ഇല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ കോസ്റ്റ് ഓഫ് അക്വയറിങ് ദ അസറ്റ് അക്വയർ ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിക്കൂലേ, നമ്മളത് പൊസഷൻ അത് മേടിച്ചെടുക്കുമ്പോഴുള്ള ആ ഒരു ഡിഡക്ഷൻ മാത്രമേ നമുക്ക് പെർമിറ്റബിൾ ആയിട്ടുള്ളൂ, അല്ലാതെ ടാക്സിൽ ഒരു ഡിഡക്ഷനും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പ്രോപ്പർട്ടി എന്ന ടേം IT ആക്ടിൽ is being expanded to include virtual digital assets so that such assets received as a gift shall be taxable except when received from relatives. However, the taxation regime by itself, Ms. Sitharaman has emphasized, does not grant legitimacy to the trade in these currently unregulated assets. A consultation process is underway which will determine the legal position of such assets. അപ്പം നമ്മൾ ഈ പറഞ്ഞ വിർച്വൽ ആയിട്ടുള്ള അസറ്റുകൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് IT ആക്ടിൻ്റെ കീഴിൽ ഇവ എക്സ്പാൻഡ് ചെയ്യാം. ഇസ് ബീൻ എക്സ്പാൻഡഡ് ടു ഇൻക്ലൂഡ് വിർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്. അപ്പം നമുക്ക് IT ആക്ടിൻ്റെ ഇതനുസരിച്ച് അതിനെ എക്സ്പാൻഡ് ചെയ്യുവാണ്. വിർച്വൽ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, അസറ്റുകൾ ദാറ്റ് ക്യാൻ ബി റിസീവ്ഡ് ആസ് എ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അസറ്റ്, അതൊക്കെ ടാക്സബിൾ ആണ്.
എക്സെപ്റ്റ്, പക്ഷേ എക്സെപ്ഷൻ ഉണ്ട്. എന്താ എക്സെപ്ഷൻ ഉള്ളത്? നമുക്ക് റിലേറ്റീവ്സിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഉണ്ടോ, നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഡിജിറ്റൽ അസറ്റ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ടാക്സബിൾ എന്നുള്ളതാണ് ഇവിടുത്തെ എക്സെപ്ഷൻ ഉള്ളത്. ഓക്കെ. പിന്നെ ഹവെവർ, എന്നിരുന്നാലും, അതിലൊരു ഓൺ ദ അതർ ഹാൻഡ് പറയാണ്. എന്നിരുന്നാലും ടാക്സ് റെഷീം എന്ന് പറയുന്നത് നിർമ്മല സീതാരാമൻ എംഫസൈസ് ചെയ്യുന്നു ഡസ് നോട്ട് ഗ്രാൻഡ് ലെജിറ്റിമസി. ഈ ടാക്സേഷൻ എന്ന പ്രോസസ്സിന് ഒരു ലെജിറ്റിമസി, ലീഗൽ ടേം, എന്താ പറയുക, ലീഗൽ പ്രൊവിഷൻ എത്തിയിട്ടില്ല ഇതുവരെ ഓൺ ദീസ് അൺറെഗുലേറ്റഡ് അസറ്റ്സ്. റെഗുലേറ്റ് ചെയ്യപ്പെടാത്ത അസറ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഗ്രാൻഡ് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല, ലെജിറ്റിമസി പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇനിയുള്ള കാലത്ത് എന്നാ പറഞ്ഞാൽ നമുക്ക് ആകെപ്പാട് നമ്മുടെ എക്കണോമി സർവൈവ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ അസറ്റ്സ് കൊണ്ടേ കാര്യമുള്ളൂ ഇനി. അതുകൊണ്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. ഇറ്റ്സ് അണ്ടർ വേ, ഇറ്റ്സ് ഓൺ ഗോയിങ്, ഇറ്റ്സ് പ്രോസസ്സിങ്, മൂവിങ് ഓൺ എന്നുള്ള അർത്ഥമാണ് ഈ കൺസൾട്ടേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും ഈ പറയുന്ന ലീഗൽ പൊസിഷൻ, ഈ അസറ്റുകളുടെ ലീഗൽ പൊസിഷനെ പറ്റി ഉള്ള കാര്യങ്ങൾ ഇറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺ പ്രോസസ്സാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് എ ഫസ്റ്റ് പാരഗ്രാഫ് ഓൾ അബൌട്ട്. ദെൻ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിൽ പറയാം. This provides some relief for the growing folk of crypto investors. The government may still not consider them fully legit, yet the tax regime indicates the hard option of an. അപ്പോൾ പറഞ്ഞു വരുന്നതാണ്, ഇറ്റ്സ് എ ബ്ലൂമിങ് ഇൻഡസ്ട്രി എന്ന് പറയാം. ബൂമിംഗ് ആണ്, ഫ്ലറിഷിംഗ് ഇൻഡസ്ട്രി ആണ് ഈ പറയുന്ന ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഗ്രൂപ്പിൽ ആ ഫ്ലോക്ക് ഓഫ് ക്രിപ്റ്റോ ഇൻവെസ്റ്റേഴ്സിന് ഒരു റിലീഫാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ, ലീഗൽ അസറ്റ്സിനെ പറ്റി പറഞ്ഞു വരുന്നത് തന്നെ. അപ്പോൾ ഗവൺമെൻറ് ഇനിയും അതിനെ ഫുള്ളി ലെജിറ്റ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് ലെജിറ്റ് ആകുന്ന കൺസിഡർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. യെറ്റ് എന്നാലും ടാക്സ് റെജീം പറയുന്നു ഇറ്റ്സ് എ ഹാഡ് ഓപ്ഷൻ ഫോർ ആൻ ഔട്ട്റൈറ്റ് ബാൻ ദാറ്റ് വാസ് സിഗ്നൽഡ് ഇൻ ദ നോമൻക്ലേച്ചർ ഓഫ് പ്രപ്പോസ് ക്രിപ്റ്റോ ലോ ലാസ്റ്റ് ഇയർ ഈസ് ഓഫ് ദ ടേബിൾ. അപ്പോൾ എന്നിരുന്നാലും എന്നാലും നമ്മുടെ നേരിട്ടുള്ള ഒരു ബാൻ ചെയ്യുക എന്ന് പറയില്ലേ, ക്രിപ്റ്റോ ഇതിനെ നമ്മൾ ബാൻ ചെയ്യുകയാണ്. ദാറ്റ് വാസ് സിഗ്നൽഡ് അറ്റ് ദ നോമൻക്ലേച്ചർ, നെയിമിംഗ് ഓഫ് പ്രപ്പോസ്ഡ് ക്രിപ്റ്റോ ലോ. നമ്മൾ ക്രിപ്റ്റോ ലോ കൊണ്ടുവരുന്നത് കഴിഞ്ഞ വർഷം ക്രിപ്റ്റോ ലോ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നു, ലാസ്റ്റ് ഇയറിൽ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്ന ഇതിനെ കൊടുക്കുക, അത് സിഗ്നൽ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓഫ് ദ ടേബിൾ, ഇറ്റ്സ് നോട്ട് ഒഫീഷ്യലി അവൈലബിൾ ദീസ്. ഇപ്പോൾ അത് അവൈലബിൾ അല്ല എന്ന് പറയുന്നു. ദെൻ listed first of Parliament's monsoon session, then again in the winter, that legislation is also now off the agenda. All this time, India's youth, who the Prime Minister worried were being lured by crypto players' misleading ads, continue to be swayed, with no norms brought in place to rein in such ballyhoo and no regulatory watch. Whether this case is different from collective investment and plantation schemes that were belatedly regulated is ponderable. The delay in arriving at a... അപ്പോൾ പറഞ്ഞു വരുന്നതാണ്, ഫസ്റ്റ് പാർലമെൻ്ററി മൺസൂൺ സെഷനിൽ, അതായത് പിന്നെ വിൻ്ററിൽ ഈ ലെജിസ്ലേഷൻ, ഈ നിയമ സാധ്യത ഇസ് ഓഫ് ദ അജൻഡയാണ്, ഓഫ് ദ ടേബിളാണ്, ഇറ്റ്സ് നോട്ട് അവൈലബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ സമയത്തും ഇന്ത്യയിലെ യൂത്തിനെ പറ്റി പ്രൈം മിനിസ്റ്റർ വറീഡായിരുന്നു, വളരെ വറീഡായിരുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിജി വളരെ വറീഡായിരുന്നു യൂത്തിനെ പറ്റി. ബിക്കോസ് നമ്മുടെ യൂത്ത് യങ്സ്റ്റേഴ്സ് ആർ ല്യോർഡ്, അട്രാക്റ്റഡ് ബൈ ക്രിപ്റ്റോ പ്ലെയേഴ്സ് എന്നാണ് പറയുന്നത്. അദ്ദേഹം അതുകൊണ്ടാണ് വറീഡായിരുന്നുകൊണ്ടിരുന്നത്. അവരുടെ മിസ്ലീഡിങ് ആഡുകൾ അവരെ ഫോൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുക, സ്വേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ ആർ ഷിഫ്റ്റഡ്, ദേ ആർ ഓസിലേറ്റഡ് എന്നർത്ഥം. ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു, കണ്ടിന്യൂ ടു ബി ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിനെ നമുക്ക് റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ദേ ആർ നോട്ട് ഏബിൾ ടു ബി കൺട്രോൾഡ്. ഈ പറയുന്ന പ്രൊമോഷൻസ്, ഹൈപ്പ് ഒന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ആൻഡ് പ്രത്യേകിച്ച് ഒരു റെഗുലേറ്ററി വാച്ച്, അതിനൊരു നമുക്ക് അണ്ടർ വാച്ച് സർവൈലൻസ് കൊടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും പ്ലാന്റേഷൻ സ്കീംസിൽ നിന്നുമൊക്കെ ഡിഫറെൻ്റ് ആണോ ഈ കേസ് എന്നുള്ളത് വി ഡോണ്ട് നോ. അത് ഏകദേശം പണ്ട് റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ദാറ്റ്സ് സെൻസിബിൾ രീതിയിൽ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് വോർ ബിലേറ്റഡ്ലി നേരത്തെ റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു ഇതില്ല, അത് ഇസ് അണ്ടർ പ്രോസസ്സാണ്. എത്രത്തോളം ലെജിറ്റാണ് ഇതെന്നുള്ളത് ഈ ക്രിപ്റ്റോ ഇതിനെ പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ ഇപ്പോഴും ക്രിപ്റ്റോ കറൻസിയെ പറ്റിയുള്ള തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പ്രോപ്പർ ഇതിലോട്ട് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ടാക്സേഷൻ സ്കീമിനെ പറ്റി ഇപ്പോൾ ഒരു ബജറ്റ് സെഷനിൽ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ദ ഡിലേ ഇൻ അറൈവിംഗ് അറ്റ് എ ഡിസിഷൻ also preempts Indian startups and innovators from developing products and ideas that can be scaled up globally given the nature of these assets. In November,
The government had indicated a forward-looking approach to crypto market oversight. It is time those words are matched with a clear regulatory framework soon instead of ambiguous waffling and dithering. കുറേ നാളായി ഇത് തുടങ്ങിയിട്ട്. ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. ഇത് പ്രിയംപ്റ്റ് ചെയ്യും. ഇതെന്ത് ചെയ്യും? ഫോർസ്റ്റോൾ ചെയ്യും. മുൻകൂട്ടി അതിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളെയും ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ, ഇന്നോവേറ്റേഴ്സിനെയൊക്കെ ഇങ്ങനെയുള്ള ക്രിപ്റ്റോ പ്രൊഡക്റ്റുകളൊക്കെ അസറ്റുകളൊക്കെ ഇൻവോൾവ് ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യാതിരിക്കും. അങ്ങനെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയാസും പ്രൊഡക്ട്സും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്ലോബലി നമുക്ക് ഒരുപാട് ഗുണമുണ്ട്. ഒരുപാട് സ്കെയിലപ്പ് ചെയ്യും. പ്രൊഡക്ഷൻ ഗ്ലോബൽ ഇതിനെ അസറ്റുകളെയൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സ്കെയിലപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക അല്ലേ? ക്യാൻ ബി ഇൻക്രീസ്ഡ്. നവംബറിൽ ഗവൺമെൻറ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഫോർവേഡ് അപ്രോച്ചാണ് എന്ന്. ഇങ്ങനൊരു കാര്യത്തിൽ നമ്മൾ കാണുന്നത് നല്ലതാണ്. ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള അപ്രോച്ചാണ്. നമുക്ക് നമ്മുടെ ഗ്ലോബൽ ഒരു ബൂം വേണമെങ്കിൽ, ഫ്ലറിഷ് ചെയ്യണം, നമ്മുടെ ഇക്കോണമി ഒന്ന് ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ നമുക്കിതിന് ക്രിപ്റ്റോ മാർക്കറ്റിന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്ന് ഉള്ളൊരു ഇത് നവംബറിൽ പറഞ്ഞത്. ബട്ട് ഇതുവരെ ആ ഒരു ഡിസിഷൻ പെൻഡിങ് ആണ്. ഇപ്പോഴും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓതർ പറയുന്നത് ഇങ്ങനെയാണ്, ഇറ്റ്സ് ഹൈ ടൈം, സമയമായി, ഈ വേർഡ്സ് മാച്ച് ചെയ്യാനുള്ള സമയമായി. ആൻഡ് അത് മാത്രമല്ല, ഒരു ക്ലിയർ ആയിട്ടുള്ള റെഗുലേറ്ററി ഫ്രെയിംവർക്കിലോട്ട് കൊണ്ടുവരണം. അല്ലാതെ ചുമ്മാ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിൽ ജസ്റ്റ് ബ്ലാബർ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആൻഡ് പിന്നെ ഈ പറയുന്ന പോലെ ഡിതർ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. വെച്ച് താമസിപ്പിക്കരുത്. ഹെസിറ്റേറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഹെസിറ്റേറ്റിങ്ങിനും കാര്യമില്ല. അതുപോലെ തന്നെ ചുമ്മാ ബ്ലാബർ ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് നമ്മുടെ ഓതർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. സോ യു ക്യാൻ സീ ഇവിടെ ഒരു അനലിറ്റിക്കൽ പീസാണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സജസ്റ്റീവ് ഇൻ നേച്ചർ. ക്ലിയർ ആണോ? ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. അതിൽ കൂടുതൽ റീഡ് കൊടുക്കേണ്ട. നിങ്ങൾക്ക് എസ്സേ റിലേറ്റഡ് ആയിട്ടൊന്നും ചോദ്യം വരില്ല. ഇത് ഫിനാൻസ് ആർട്ടിക്കിൾ ബാങ്കിങ് സെക്ടറിലുള്ളവർക്ക്, അല്ലെങ്കിൽ ESIC പോലുള്ള എക്സാമിൽ പോകുന്നവർക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. അങ്ങനെയുള്ളവർക്കാണ് ഇത് കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് വരിക. നമ്മൾ എനിക്ക് HCA പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആർട്ടിക്കിൾ വരില്ല, അത് പേടിക്കണം. ബട്ട് റീഡിങ് മേ ബി നിങ്ങൾക്ക് പ്രൈസി ആയിട്ട് ഇങ്ങനെ ഒരു ഹിന്ദു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ വരാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു വിടുന്നത് കേട്ടോ. അത് നോക്കണം. പ്രൈസി ആയിട്ട് ചോദ്യം വരാം. ഓർ നിങ്ങൾക്ക് റീഡിങ് കോംപ്രിഹെൻഷനിൽ ഇങ്ങനത്തെ ഒരു ആർട്ടിക്കിൾ ചോദിച്ചു യു ഹാവ് ടു ഗിവ് ആൻസേഴ്സ്. ക്ലിയർ? ഒന്ന് ഓർത്തോളാം. ഓൾ റൈറ്റ്. ഡിജിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിജിറ്റൽ പ്രോപ്പർട്ടി ഇല്ലേ, ഈ ബിറ്റ് കോയിൻസ് ഒക്കെ ഉണ്ടല്ലോ, പാർവതി കേട്ടിട്ടുണ്ടായിരിക്കും. ബിറ്റ് കോയിൻ എന്നുള്ള പരിപാടികളൊക്കെ ഇല്ലേ, എല്ലാം ഡിജിറ്റലൈസേഷനാണ്. ഇനി മണി ആസ് എ ഹാർഡ് മണി നമ്മുടെ കയ്യിൽ വരുന്നതിന് പകരം എല്ലാം ട്രാൻസാക്ഷൻ വരെ എല്ലാം ഓൺലൈൻ രീതിയിലോട്ട്. അതിനെയാണ് ഈ പറയുന്ന ഡിജിറ്റൽ എന്ന് പറയുക കേട്ടോ. ബട്ട് ഇറ്റ് മസ്റ്റ് ബി റെഗുലേറ്റഡ്, അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. മൂവിങ് ടു ടുഡേയ്സ് സ്പോട്ട് ദ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമുക്ക് പോകാം. റെഷീം എന്ന് പറഞ്ഞാൽ റൂൾ ഗവേണൻസ് അല്ലെങ്കിൽ എന്താണ്, ജൂറിസ്ഡിക്ഷൻ എന്നാണ് കേട്ടോ അർത്ഥം. ദിപിൻ ക്ലിയർ ആയോ? റൂൾ, ജൂറിസ്ഡിക്ഷൻ, അതൊക്കെയാണ് റെഷീം എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഓൾ റൈറ്റ്. ബിറ്റ് കോയിൻസ് അതൊക്കെയാണോ ചോദിച്ചത്? നമ്മൾ എന്താ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഇത് പറഞ്ഞു തരിക, അതിനെപ്പറ്റി ഒന്ന് വായിച്ചു നോക്കണം. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ചർച്ചയിൽ വരുന്നൊരു കാര്യമാണ് ഡിജിറ്റൽ അസറ്റ്സ്. ഡിജിറ്റൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മൾ ഒരു ഈ ഫിസിക്കൽ മണി കൊടുക്കുന്നതിന് പകരം നമ്മൾ പണ്ടൊക്കെ ചെയ്യില്ലായിരുന്നോ? പണ്ട് കാലഘട്ടത്തിൽ നമ്മളുണ്ടല്ലോ സ്വർണ്ണമൊക്കെ കോയിനായിട്ട് എടുത്ത് വെക്കില്ലേ, അതുപോലെ ഇപ്പം നമുക്ക് എന്തിനാ ഡിജിറ്റലായിട്ട് അതിന് ബിറ്റ് കോയിൻ എന്നുള്ള യൂസേജ് ഉണ്ട്. അതുപോലെ ഡിജിറ്റലായിട്ട് പ്രോപ്പർട്ടി ഇതാക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ എളുപ്പമാണല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പം അത് റെഗുലേറ്റ് ചെയ്യണം, പ്രോപ്പറായിട്ട് ലെജിറ്റ് ആയിട്ടില്ല, അത് ലീഗൽ ഒരു പ്രൊഫഷനിലോട്ട് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് കാര്യങ്ങൾ. അതൊന്ന് വായിച്ച് നോക്കാം, അപ്പോൾ അതിനെ പറ്റി കിട്ടും. ഓൾ റൈറ്റ്, മൂവിങ് ഓൺ ടു ടുഡേ ലാസ്റ്റ് ഡേയ്സ് ഹോം നോക്കാം. വിർച്വൽ മണി അതാണ് ഉദ്ദേശിക്കുന്നത്, വേറെ എന്താ അതിന് പറഞ്ഞു തരാം അല്ലേ? യെസ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക്. ഇതാണ് നോക്കുക. ഹി ഹാസ് withheld assent to the Howrah Municipal Corporation Amendment Bill 2021, delaying polls to the civic body. നോക്കുക, he has withheld assent to Howrah Municipal Corporation Amendment Bill 2021, delaying polls to the civic body. എന്താണ് ഇവിടുത്തെ എറർ പറയാമോ?
ഓക്കെ, പറയാവോ ഇവിടുത്തെ എറർ പറയൂ. പറയാവോ ഇത് ഇവിടെ എന്താണ്? ശ്രദ്ധിക്കണേ, ഇവിടെ ഞാൻ നിങ്ങളെ 3 വാക്ക് പരിചയപ്പെടുത്തരാം. ഓക്കെ, ഒരു വാക്ക് നിങ്ങളിപ്പോൾ പറഞ്ഞ വാക്ക്, ഒന്ന് ഈ വാക്ക്, രണ്ടാമത്തെ വാക്ക് ഇതാ ഇവിടെയുള്ള ഇതേ വാക്ക്, മൂന്നാമത്തെ ഒരു വാക്ക് ഇന്നലെ നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ ഒരു വാക്ക് നമ്മൾ ഇന്നലെ പഠിച്ചു. ദിസ് ഇസ് ഇറ്റ്. എന്താ ഈ വാക്കുകളുടെ പ്രത്യേകത? ഇത് നൗണായിട്ട് ഉപയോഗിക്കാം, വേർബായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇത് നൗണായിട്ട് ഉപയോഗിക്കാം, വേർബായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതോ, ഈ വാക്കോ, ഇത് നൗണായിട്ട് മാത്രം ഉപയോഗിക്കും. ആക്സെൻറ്റ് അല്ലേ? നമ്മുടെ ഭാഷയുടെ ഒരു ആക്സെൻറ്റ് പറയില്ലേ? ആക്സെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ആക്സെൻറ്റ് ശൈലി അല്ലേ? നമ്മൾ ഒരു ഭാഷ നമ്മൾ സംസാരിക്കും, ഒരു ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ നമ്മളതിൻ്റെ പ്രൊനൗൺസിയേഷനെയാണ് ആക്സെൻറ്റ് എന്ന് പറയാം. പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ, അതിനൊക്കെയാണ് ആക്സെൻ്റ് എന്ന് പറയാം. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യുന്നറിയാം? നൗണായിട്ടും വേർബായിട്ടും പറയാം. ആക്സെൻറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസ് ചെയ്തു എന്ന് അർത്ഥമുണ്ട്, പറയാം. ഇനി ഈ വാക്കോ, ഈ വാക്കിൻ്റെ അർത്ഥം എന്താ? ക്ലൈംബ്. ആക്സെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്ലൈംബ് ചെയ്യുക ഓർ കയറ്റം എന്നൊരർത്ഥമാണ്. ഇനി അസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അസെൻറ്റ് എന്ന് പറഞ്ഞാൽ അപ്രൂവൽ. നൗണായിട്ടാണെങ്കിൽ അപ്രൂവൽ അല്ലേ? അപ്രൂവൽ അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുക എന്നാണ് അർത്ഥം അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? ഇവിടെ ഇതിൽ ഏതാ വരേണ്ടത്? ഇത് കൺഫ്യൂസിങ് വേർബ്സിൽ പെടുന്നതാണ്. ഈ മൂന്നും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോണേ. കൺഫ്യൂസിങ് വേർബ്സിൽ പെടുന്നവയാ. ഇനി പറഞ്ഞേ, ഇതിൽ ഏതാ വരുന്നത്? ഇതിൽ ഏത് ആക്സെൻ്റ് ആണോ, അസെൻ്റ് ആണോ? ഏത് അസെൻ്റാണ് വരുന്നത്? ഇത് ഹോമോഫോൺ ആണ്. ഇത് രണ്ടും, അസെൻറ്റും അസെൻറ്റും, ഇത് രണ്ടും ഒരേ പ്രൊനൗൺസിയേഷൻ, ഡിഫറെൻറ്റ് സ്പെല്ലിംഗ്. ദേ ആർ ഹോമോഫോൺസ്. ഓക്കെ, പക്ഷേ ഈ മൂന്നും കൂടെ എടുത്ത് നോക്കുമ്പോൾ 3 സ്പെല്ലിങ് വരുമ്പം ഇത് രണ്ടും ഒക്കെ എടുക്കുവാണെങ്കിൽ അത് രണ്ടും ഹോമോണിം ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ വരണ്ടേ? അസെൻറ്റ്. ഏതാ വരണ്ടേ? അസെൻറ്റ്, മൂന്നാമത്തെ അസെൻറ്റ് അല്ലേ? അപ്രൂവൽ. ഹി ഹാസ് വിത്ത്ഹെൽഡ് അപ്രൂവൽ ടു ഹൗറ മുനിസിപ്പൽ കോർപ്പറേഷൻ അമെൻമെൻറ്റ് ബിൽ. ആ ബില്ലിന് അപ്രൂവൽ കൊടുക്കാൻ അല്ലേ വരേണ്ടത്? അപ്പോൾ ഇവിടെ എന്താ വേണ്ട? അസെൻറ്റ്. ഇതാണ് ഇവിടുത്തെ കറക്റ്റ് യൂസേജ്, മാറിപ്പോകരുത്. ഓക്കെ, അസെൻറ്റുവേറ്റ് പറയും. അസെൻറ്റുവേറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്. നമ്മൾ ഇന്നലെ പറഞ്ഞേ അസെൻറ്റുവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് വേറെ. അസെൻറ്റുവേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് കൊടുക്കുകയാണ്, സ്ട്രെസ് ചെയ്യുക, എംഫസൈസ് ചെയ്യുക. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ? അതാണ് കേട്ടോ ചരത്തെ നമ്മുടെ ഹൈലൈറ്റ്, അണ്ടർസ്കോർ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് അസെൻറ്റുവേറ്റ്. അസെൻഡിങ് ഓർഡറിൽ അസെൻറ്റ്, അതാണ് അസെൻറ്റ്, അത് തന്നെ അർത്ഥമാണ് രണ്ടാമത്തെ അസെൻറ്റ് കേട്ടോ. അപ്പോൾ ഇത് 3 ഓർത്ത് വെച്ചുള്ള കൺഫ്യൂസിങ് വേർബ്സിൽ പെടുന്നവയാണ്. ഇത് 3 ഓർത്ത് വെച്ചുള്ള ചോദിക്കാറുണ്ട്, കൺഫ്യൂസിങ് വേർബ്സിൽ പെടുന്നവയാണ്. ഓക്കെ, ആൻഡ് ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഇതെടുത്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് പിൽക്കാലത്തേക്ക് ഓർത്തിരുന്ന എക്സാമിനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, മൂവിങ് ടു ടുഡേയ്സ് ക്വസ്റ്റ്യൻ. ഇന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ്: ഫോർ ഹോസ്റ്റ് നേഷൻസ് holding a successful games carry the promise of burnishing the legitimacy of the government of the day. ഓക്കെ, ഒരു എറർ ഉണ്ട്, ഞാൻ ഇപ്പോഴേ അതൊന്ന് കറക്റ്റ് ചെയ്തേക്കാം. ഇതല്ല ഹോൾഡിംഗ്, എ ഇല്ല കേട്ടോ, സോറി, എ ഇല്ല. അത് ഓക്കെ, ഒന്ന് എഴുതാം. എ ഇല്ല എന്ന് ഞാൻ പറയുന്നത്, എ ഉണ്ട്. എ ഇല്ല എന്ന് പറയും, എ ഉണ്ട്.
ആർട്ടിക്കിളിൽ വന്നതാണ്, എ ഉണ്ട്. ആർട്ടിക്കിൾ വന്നാൽ ഞാൻ ടൈപ്പ് ചെയ്തല്ല, നേരെ കോപ്പി പേസ്റ്റ് ചെയ്താണ്. ആൻസർ എഴുതിക്കോട്ടെ. ഒന്ന് ഹോംവർക്കിൽ ആൻസർ ഒന്ന് എഴുതി വെച്ചോണേ. ഫോർ ഹോസ്റ്റ് നേഷൻസ് ഹോൾഡിംഗ് എ സക്സസ്ഫുൾ ഗെയിംസ് ക്യാരി ദ പ്രോമിസ് ഓഫ് ബേർണിഷിംഗ് ദ ലെജിറ്റിമസി ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ദ ഡേ. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക ആൻഡ് ഗിവ് മി യുവർ ആൻസേഴ്സ് ഇൻ ദ കോമൻറ്റ് സെഷൻ. ആൻസർ കോമൻറ്റ് സെഷൻ തരണം കേട്ടോ. താങ്ക് യു സോ മച്ച് എവറി വൺ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇനിയും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് വീണ്ടും ഞാൻ കോമൻറ്റ് സെഷനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക്. KPSC ഷോർട്ട് സെലക്ഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ ആസ് വെൽ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആൻഡ് റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കോമൻറ്റ് സെഷനിൽ, സജഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ആൻസേഴ്സ് കോമൻറ്റ് സെഷനിൽ തരിക. ആൻഡ് ഷെയർ ഇറ്റ് എമംഗ് മാക്സിമം, മറ്റുള്ളവർക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ Ada24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ഡെയിലി ഓരോ സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റസ് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് മോക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് പോകാം. യൂസർ ഫ്രണ്ട്ലി ആപ്പാണ്. ആൻഡ് വീക്ക്ലി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ PDF കിട്ടും. ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഫ്രീ ആയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആപ്പിൽ പോയി ജസ്റ്റ് ഒന്ന് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അതുകൂടാതെ നിങ്ങൾക്ക് എന്ത് എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷൻ, എക്സാം ഡേറ്റ് മാറ്റുമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആപ്പിൽ അവൈലബിൾ ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ ആൻഡ് എൻജോയ് ദ ഡേ. സീ യു ടുമോറോ at 9 AM. Bye-bye.